സോ ലാസ്റ്റ് ഡേ നമ്മൾ ടാക്സബിൾ പേഴ്സണെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ടാക്സബിൾ പേഴ്സണിലുള്ള കാറ്റഗറീസ് നമ്മൾ പഠിച്ചു. ഓരോ കാറ്റഗറി എങ്ങനെയാണ്, ആ കാറ്റഗറി അനുസരിച്ച് എങ്ങനെയാണ് വാറ്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളത് എന്താണെന്നുള്ളതും എങ്ങനെയാണ് സൗദി അറേബ്യയിൽ എക്കണോമിക് ആക്ടിവിറ്റി ആയി പരിഗണിക്കുന്നതും എക്കണോമിക് ആക്ടിവിറ്റിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. കാരണം എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഒരു കമ്പനിക്ക് വാറ്റ് വരുള്ളൂ. അപ്പൊ അതെന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അതിലെ ബാലൻസ് ഉള്ള കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ടാക്സബിൾ പേഴ്സണിൽ ആ പേഴ്സൺ എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ചെറിയൊരു പോയിന്റ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സൗദി വാറ്റിലാണെന്നുണ്ടെങ്കിലും യു എ വാറ്റിലാണെന്നുണ്ടെങ്കിലും പേഴ്സൺ എന്നുള്ള ഉദ്ദേശിക്കുന്നതുകൊണ്ട് രണ്ട് ടൈപ്പ് ഓഫ് പേഴ്സൺസിനെ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യത്തത് നാച്ചുറൽ പേഴ്സൺ ആണ്. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാ ഹ്യൂമൻ ബീങ്സിനെയാണ് എന്ത് പറയുന്നത്, നാച്ചുറൽ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഇൻഡിവിജ്വലിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, നാച്ചുറൽ പേഴ്സൺ. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ഉണ്ട് സൗദി വാറ്റിലാണെങ്കിലും യു എ വാറ്റിലാണെങ്കിലും. ഓൾ GCC വാറ്റിൽ രണ്ട് ടൈപ്പ് ഓഫ് പേഴ്സൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് നാച്ചുറൽ പേഴ്സണും മറ്റേത് ലീഗൽ പേഴ്സൺ ആണ്. ലീഗൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾ, LLC-കളൊക്കെയാണ് എന്ത് പറയുന്നത്, ലീഗൽ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പേരിൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ലീഗൽ പേഴ്സൺ എന്നാണ്. ലീഗൽ പേഴ്സൺ അതായത് ഒരു നിയമം മൂലം ഉണ്ടായ ഒരു വ്യക്തിനെയാണ് എന്ത് പറയാ, ലീഗൽ പേഴ്സൺ എന്ന് പറയാം. നിയമം മൂലം ഉണ്ടായ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യുക, കമ്പനി ഒരു എഗ്രിമെന്റ് പ്രകാരം അല്ലെങ്കിൽ ഒരു ലോ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനി ഫോം ചെയ്യുന്നത്. അപ്പൊ ആ കമ്പനി എന്ന് പറയുന്ന പേഴ്സണെ ഉണ്ടായത് ലീഗൽ ഫോർമാലിറ്റീസിലൂടെയാണ്, അല്ലെങ്കിൽ നിയമം മൂലം ഉണ്ടായതാണ്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് പേഴ്സൺസിനെ കുറിച്ചും വാറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സാധാരണ നാച്ചുറൽ പേഴ്സണും രണ്ടാമത്തത് ലീഗൽ പേഴ്സണും. അപ്പൊ അത് പറയാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഇതിന് ശേഷം നമുക്ക് വാറ്റിനകത്ത് നമ്മൾ ടാക്സ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതൊക്കെ പഠിക്കാറുണ്ട്. നമുക്ക് എങ്ങനെയാണ് രണ്ടോ അതിൽ കൂടുതലോ കമ്പനികൾ ചേർന്നിട്ട് ഒരു ടാക്സ് ഗ്രൂപ്പ് ഫോം ചെയ്യുക, അതനുസരിച്ച് എങ്ങനെയാ വാറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പറയാനുണ്ട്. അപ്പോൾ ടാക്സ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിന്റെ ഡിസ്കഷൻ ഒക്കെ നടത്തുന്ന സ്ഥലത്ത് നമ്മൾ ഈ പേഴ്സൺസിനെ കുറിച്ച് നമ്മൾ കുറെ കേൾക്കും. നാച്ചുറൽ പേഴ്സൺ, നാച്ചുറൽ പേഴ്സൺ, ലീഗൽ പേഴ്സൺ ഒക്കെ. അപ്പോൾ ലീഗൽ പേഴ്സണും നാച്ചുറൽ പേഴ്സണും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് പേരും നമുക്ക് ആവശ്യമുണ്ടാവും. നാച്ചുറൽ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാ ഹ്യൂമൻ ബീങ്സ്, സാധാരണ മനുഷ്യന്മാർ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി ലോല് പറയുകയാണെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് നമ്മൾ പറയും. അപ്പൊ നമുക്കൊരു ബിസിനസ് പല ഫോമിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. നമുക്ക് പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കമ്പനി ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് LLP ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധാ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ കമ്പനി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതികളാണ്. പ്രൊപ്പറേറ്റർഷിപ്പ്, കമ്പനി, ജോയിന്റ് വെഞ്ചർ, ഇതൊക്കെ എന്താണ്, ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതികളാണ്. ഇതിൽ പ്രൊപ്പറേറ്റർഷിപ്പ് മാത്രം വേറെ തന്നെയാണ്. പ്രൊപ്പറേറ്റർഷിപ്പ് പറഞ്ഞാൽ എന്താ, ഒരാൾ സ്വന്തമായിട്ട് അയാൾ നടത്തുന്ന ബിസിനസ്സിനാണ് നമ്മൾ എന്താ പറയാ, പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയാം. അയാൾക്ക് എന്തുണ്ടാവില്ല, ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഒന്നും, ഒരു ഫോമോ ഒരു എഗ്രിമെന്റോ ഒന്നും ഉണ്ടാക്കാത്താണ് എന്ത് പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രൊപ്പറേറ്റർഷിപ്പുകളെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ ഹ്യൂമൻ ബീങ്സ്. എന്നാൽ അതേ സ്ഥാനത്ത് ലീഗൽ പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നിയമം മൂലമുണ്ടായ വ്യക്തികൾ, അല്ലെങ്കിൽ നിയമം അടിസ്ഥാനപ്പെടുത്തിണ്ടായ വ്യക്തികൾ. ആ വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലോ ക്രിയേറ്റ് ചെയ്തതായിരിക്കും. ഇപ്പൊ കമ്പനി ഉണ്ടാക്കണമെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ LLC ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു എഗ്രിമെന്റ്, അല്ലെങ്കിൽ ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു എന്ത് വേണം, ഒരു എഗ്രിമെന്റ് തമ്മിൽ, ആ ടീംസ് തമ്മിൽ ഒരു എഗ്രിമെന്റ് ചെയ്തണം, അല്ലെങ്കിൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പൊ അതാണ് ലീഗൽ പേഴ്സൺ. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. ഇനി സൗദി വാറ്റിൽ ടാക്സ് പീരീഡും ഈ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് ഉണ്ട്. ടാക്സ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ടാക്സിന്റെ വർക്കിങ്സ് അല്ലെങ്കിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ പീരീഡ് ആണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കുള്ള ടാക്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യും, അതായത് വാറ്റ് ഫയൽ ചെയ്യും. അപ്പൊ അത് പൊതുവെ രണ്ട് തരത്തിലാണ്, മന്ത്ലി ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്. അതിന്റെ കണ്ടീഷൻസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. മന്ത്ലി ആർക്കാ വരിക, ക്വാർട്ടർലി ആർക്കാ വരിക എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, രണ്ട് ടാക്സ് പീരീഡ് ആണ് സൗദി വാറ്റിലുള്ളത്. ഒന്ന് മന്ത്ലി, മറ്റേത് ക്വാർട്ടർലിയും. അപ്പൊ ചില കമ്പനികൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യലും വാറ്റ് റിട്ടേണിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യലും മന്ത്ലി ആയിരിക്കും. എന്നാൽ ചില കമ്പനി ചെയ്യൽ ക്വാർട്ടർലി ആയിരിക്കും. ക്വാർട്ടർലി പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ ഒരു വട്ടം. ഓക്കെ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂലൈ മാസം, അല്ലെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്ടോബർ മാസം. അതായത് 3 മാസം കൂടുമ്പോൾ ഉള്ള റിട്ടേൺ ആയിരിക്കും ഫയൽ ചെയ്യുക. എന്നാൽ ബാക്കി കമ്പനികളോ ക്വാർട്ടർലി ഉള്ളതിന് പകരം മന്ത്ലി ആയിരിക്കും. ജനുവരിയിൽ ഒന്ന് ഫയൽ ചെയ്യും, ഫെബ്രുവരിയിൽ അടുത്ത്, മാർച്ചിൽ, അങ്ങനെ അങ്ങനെ മന്ത്ലി ചെയ്യും. അപ്പൊ രണ്ടിനെയും നമ്മൾ വിളിക്കുന്ന പേര് ടാക്സ് പീരീഡ് എന്നാണ്. ഈ ഒരു വാറ്റ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡിനെ നമ്മൾ വിളിക്കുക
ടാക്സ് പീരീഡ് എന്നാണ്. അപ്പോൾ സൗദി വാറ്റിൽ 2 ടൈപ്പ് ഓഫ് ടാക്സ് പീരീഡ് ഉണ്ട്. മന്ത്ലി ടാക്സ് പീരീഡും ഉണ്ട്, ക്വാർട്ടർലി ടാക്സ് പീരീഡും ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ടാക്സ് പീരീഡ് ഏത് കമ്പനിക്ക് ഏതാ വരിക, മന്ത്ലി ആർക്കാ ഫയൽ ചെയ്യേണ്ടി വരിക, ക്വാർട്ടർലി ആർക്കാ ഫയൽ ചെയ്യേണ്ടി വരിക എന്നൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഇപ്പോൾ ജസ്റ്റ് എന്ത് മനസ്സിലാക്കുക, 2 തരത്തിലും കമ്പനികൾക്ക് വരാം. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് എന്ത് എല്ലാ കമ്പനിക്കും 3 മാസം കൂടുമ്പോഴാണ് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ എന്ന് വിചാരിക്കരുത്. മന്ത്ലി ഫയൽ ചെയ്യുന്ന കമ്പനി ഉണ്ട്, ക്വാർട്ടർലി ഫയൽ ചെയ്യുന്ന കമ്പനി ഉണ്ട്, 3 മാസം കൂടുമ്പോൾ ഫയൽ ചെയ്യുന്ന കമ്പനി ഉണ്ട്, ഓരോ മാസം ഫയൽ ചെയ്യുന്ന കമ്പനി ഉണ്ട്. അതിന് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അതവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി സപ്ലൈ എന്നുള്ള ഈ ഒരു ടേമിലേക്ക് പോകാൻ പോവാണ്. സപ്ലൈ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സപ്ലൈനെ കുറിച്ച് പറഞ്ഞിരുന്നു. സപ്ലൈൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? സെയിലാണ് ബേസിക്കലി. സപ്ലൈ എന്നുള്ള ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെയിൽ എന്നുള്ളതാണ് എന്ത് സപ്ലൈ എന്നുള്ള ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവെ സപ്ലൈ എന്ന് പറഞ്ഞാൽ സെയിലാണ്. സപ്ലൈയിൽ സെയിൽ അല്ലാതെയും കുറച്ച് സാധനങ്ങളുണ്ട്, ട്രാൻസ്ഫറിനെയും സപ്ലൈൻ്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സപ്ലൈനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി കുറച്ച് ഡിസ്കഷൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ, ബൈ ഡെഫിനിഷൻ സപ്ലൈ എന്ന് പറയുന്നത് സപ്ലൈ ഈസ് എ സെയിൽ ഓർ ട്രാൻസ്ഫർ. ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു സാധനം സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു സാധനത്തിന്റെ ട്രാൻസ്ഫർ നടത്തുക. ഓക്കെ, ഒന്നെങ്കിൽ ഒരു സാധനം നിങ്ങൾ വിൽക്കുക, അല്ലെങ്കിൽ ഒരു സാധനം എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. എന്തൊക്കെ ഐറ്റംസ്? ഗുഡ്സ് ഓർ സർവീസ്. ഒന്നെങ്കിൽ ഗുഡ്സിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ സെയിൽ ഓർ ട്രാൻസ്ഫർ ബൈ എ ടാക്സബിൾ പേഴ്സൺ. ടാക്സബിൾ പേഴ്സൺ എന്താന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയാം. ഇൻ റിട്ടേൺ ഓഫ് കൺസിഡറേഷൻ. തിരിച്ച് എന്ത് കിട്ടണം? കൺസിഡറേഷൻ കിട്ടണം. അതായത് സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു ഗുഡ്സ് ഉണ്ട്. ഓക്കെ, ഒരു ഗുഡ്സ് ഉണ്ട്, എന്തോ ഒരു ചരക്കുണ്ട്. ഇത് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്ന ഈ പ്രൊസീജിയറിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? സപ്ലൈ. നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുത്തു, അതായത് ഒരാൾക്ക് വിറ്റു, അല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. അതാണ് എന്ത്? സപ്ലൈ. തിരിച്ച് അയാൾ നമുക്ക് ഇങ്ങോട്ട് എന്ത് തരും? പൈസയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് തിരിച്ചു തരും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസിഡറേഷൻ. അപ്പൊ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് കൺസിഡറേഷൻ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയാണ് എന്ത്? സപ്ലൈ. അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ. എന്തിന്റെ? ഒന്നെങ്കിൽ ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ സർവീസ് ആവാം. ആരായിരിക്കണം ഈ സെയിൽ നടത്തേണ്ടത് അല്ലെങ്കിൽ സപ്ലൈ നടത്തേണ്ടത്? ഇയാളൊരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഡെഫിനിഷൻസ് ആണ്. നമുക്ക് അതിലേക്ക് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ലോ പഠിക്കുന്ന റൂട്ടിൽ പഠിച്ചു പോകാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ അണ്ടറിലുള്ള ഓരോ പോയിന്റിലാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലിലേക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഗുഡ്സ് എന്താന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്ക എന്തൊക്കെയാണ് ഗുഡ്സിന്റെ അണ്ടറിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയണം അല്ലേ? കാരണം ഇപ്പോൾ നമ്മളെ കമ്പനി വിൽക്കുന്നത് ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്ന് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നേക്കാം. ഒരുവിധം സാധനമൊക്കെ കണ്ടാൽ നമുക്ക് അറിയാം എന്ത്, ഇത് ഗുഡ്സ് ആണ് അല്ലെങ്കിൽ ഇത് സർവീസ് ആണ്. ഇപ്പോൾ ഒരു പെന്ന് വിറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്, ഇത് ഗുഡ്സ് സപ്ലൈ ചെയ്താണ് അല്ലെങ്കിൽ ഗുഡ്സിന്റെ സെയിലാണ്. അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഒരു പെൻസിൽ വിൽക്കുകയാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ചോക്ക് വിൽക്കുകയാണെന്ന് നമുക്കറിയാം, കമ്പ്യൂട്ടർ വിൽക്കുകയാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഗുഡ്സ് ആണ് നമുക്കറിയാം. ഇനി നമ്മുടെ കമ്പനി ഒരു ആർക്കിടെക്ചർ ഫേം ആണെങ്കിൽ നമുക്കറിയാം എന്ത്, അവിടെ സർവീസ് ആണ് സപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഒരു ടാക്സ് കൺസൾട്ടൻസി സ്ഥാപനമാണെങ്കിൽ നമുക്കറിയാം അതൊരു സർവീസ് ആണ്. അല്ലെങ്കിൽ നമ്മളൊരു അക്കൗണ്ടിങ് സർവീസ് കൊടുക്കുന്ന സ്ഥാപനമാണ്, ഓഡിറ്റ് ചെയ്യുന്ന സർവീസ്. ഇതൊക്കെ എന്താണ്? സർവീസുകളാണ്. അപ്പൊ ഗുഡ്സും സർവീസും കാറ്റഗറൈസ് ചെയ്യാൻ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇത് ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതായത് ചരക്കാണോ സേവനമാണോ എന്നുള്ളത് എന്ത് ചെയ്യാം, ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ ചില സാധനങ്ങൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ തരും. ഇത് ഗുഡ്സിന്റെ അണ്ടറിൽ വിടുമോ, ഇത് സർവീസിന്റെ അണ്ടറിൽ പെടുത്തണോ, ഇത് ഗുഡ്സിൽ കാണിക്കണോ, ഇത് സർവീസിന്റെ അണ്ടറിൽ കാണിക്കണോ? കാരണം നമ്മൾ ബില്ല് അടിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ അടിക്കേണ്ടത്. ഗുഡ്സ് ആണോ കാണിച്ചത് സർവീസ് ആണോ കാണിച്ചത് അനുസരിച്ചാണ് നമ്മൾ ബില്ല് അടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്കൊരു പർട്ടിക്കുലർ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ഇത് ഗുഡ്സിന്റെ അണ്ടറിൽ വരുമോ സർവീസിന്റെ അണ്ടറിൽ വരുമോ എന്നുള്ളത് തിരിച്ചറിയണം. അപ്പൊ ഏതൊക്കെയാണ് സക്കൻ അണ്ടറിൽ ഗുഡ്സ് ആയിട്ട് കാണുന്നത്? ഗുഡ്സ് എന്നുള്ളത് സക്ക പറയുന്നത്, അതിന്റെ ഡെഫിനിഷൻ ആർട്ടിക്കിൾ 7 പറയുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ടാഞ്ചിബിൾ ഐറ്റംസ് ആണ്. ഫിസിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി തൊടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടാഞ്ചിബിൾ പറഞ്ഞു കഴിഞ്ഞാൽ തൊടാൻ പറ്റുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഐറ്റംസിനെയൊക്കെ ഗുഡ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സക്ക കാണുന്നത്. ദാറ്റ് ക്യാൻ ബി സപ്ലൈഡ്, ബോട്ട്, സോൾഡ്, ട്രാൻസ്ഫേർഡ്. അത് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും, വിൽക്കാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അപ്പൊ തൊടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എന്താണ്? ഗുഡ്സിന്റെ അണ്ടറിലാണ്. അപ്പൊ തൊടാൻ പറ്റുന്ന എല്ലാം എന്താണ്? സക്കയില് ഗുഡ്സിന്റെ അണ്ടറിലാണ്. അതിനെ എന്താണ് വിളിക്കുക? നമ്മൾ ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽ അസറ്റുകളൊക്കെ എന്താണ്? ഗുഡ്സിന്റെ അണ്ടറിലാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതൊക്കെ എന്താണ്? ഗുഡ്സിന്റെ അണ്ടറിലാണ്. ഫ്രൂട്ട്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഗുഡ്സ് ആണ്. ഇനി സർവീസ് എന്ന് പറഞ്ഞാൽ സക്ക എന്താ പറയുന്നത്? എനി സപ്ലൈ ദാറ്റ് ഈസ് നോട്ട് എ സപ്ലൈ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം സക്കയ്ക്ക് എന്താണ്? സർവീസ് ആയിട്ടാണ് സക്ക കാണുന്നത്. ഇതുവരെ ഓക്കെയാണ്. ഇനി നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ളത് ഒരു ഉദാഹരണത്തിന്. ഓക്കെ, ഇപ്പോ ഇതൊരു USB ഫ്ലാഷ് ഡ്രൈവ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു ഫ്ലാഷ് ഡ്രൈവ് ആണ്. നമ്മൾ USB പെൻ ഡ്രൈവ് എന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മുടെ കമ്പനി ഈ USB ഫ്ലാഷ് ഡ്രൈവിൽ നമ്മുടെ കമ്പനി ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഓക്കെ, നമ്മുടെ കമ്പനി ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ജസ്റ്റ്
ഇവിടെ വെക്കാം. ഓക്കെ, ഒരു നമ്മുടെ കമ്പനി USB ഫ്ലാഷ് ഡ്രൈവ്, ഓക്കെ, ഒരു USB ഫ്ലാഷ് ഡ്രൈവ് ഉണ്ട്. നമ്മുടെ കമ്പനി ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ കമ്പനി ആയിട്ടുള്ള നമ്മൾ ഈ സോഫ്റ്റ്വെയർ കമ്പനി ആൾക്കാർക്ക് വിൽക്കുന്നത് USB ഫ്ലാഷ് ഡ്രൈവിനകത്ത് കയറ്റിയിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സോഫ്റ്റ്വെയർ ഇതേപോലത്തെ പെൻഡ്രൈവുകൾക്കകത്ത്, ഓക്കെ, ഇതേപോലത്തെ പെൻഡ്രൈവിനകത്ത് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. നമ്മൾ സോഫ്റ്റ്വെയർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പനി എന്ത് ചെയ്യും, ആൾക്കാർക്ക് വിൽക്കും. അപ്പം നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതേപോലത്തെ പെൻഡ്രൈവിനകത്തേക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പെൻഡ്രൈവ് എന്ത് ചെയ്യുന്നു, ആൾക്കാർക്ക് സെയിൽ ചെയ്യും. അപ്പോൾ എൻ്റെ ചോദ്യം, ഫസ്റ്റ് ചോദ്യം, നമ്മളെ കമ്പനി ഗുഡ്സ് ആണോ വിൽക്കുന്നത്, സർവീസ് ആണോ വിൽക്കുന്നത്? ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ G എന്ന് പറയും, സർവീസ് ആണെങ്കിൽ S എന്ന് ടൈപ്പ് ചെയ്യും. സംഭവം മനസ്സിലായില്ലേ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരാൾ പറഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ ഓക്കെ, രണ്ടാൾക്കാരായി, മൂന്നാൾക്കാരായി, ഓക്കെ ഓക്കെ, നാലാള്, അഞ്ചാള്, ഇനി ഉണ്ടല്ലോ ആൾക്കാർ. നമ്മൾ 11 ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഒഴികെ 10 ആൾക്കാരുണ്ട്. നിങ്ങൾ 6 ആളായി. ഇനിയും 4 ആൾക്കാരുണ്ട്. എല്ലാവരും ഇവിടെ ഇല്ലേ? ചാറ്റ് ഓണാക്കി, സിസ്റ്റം ലാപ്പ് ഓണാക്കിച്ച് പോയിക്കാമല്ലോ. 7 ആളായി. ഇനിയും 3 ആൾക്കാരും കൂടി ഉണ്ട്. ഓക്കെ, ഒരു എന്തെങ്കിലും വർക്കിലെ തിരക്കിലൊക്കെ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. സോ എല്ലാവരും പറഞ്ഞ സർവീസ് ആണ്. അപ്പൊ നിങ്ങൾ ഐഡിയ ശരിയാണ്, എല്ലാം എന്താണ്, സർവീസ് ആണ്. അതിന്റെ റീസൺ എന്താ, ഈവൻ ദോ നമ്മളൊരു ഫ്ലാഷ് ഡ്രൈവ്, ഒരു USB ഡ്രൈവ് ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ പ്രൈമറി സപ്ലൈ എന്തല്ല, ഈ ഫ്ലാഷ് ഡ്രൈവ് വിൽക്കലല്ല, അല്ലെ? കമ്പനീന്റെ പ്രധാന പരിപാടി ഫ്ലാഷ് ഡ്രൈവ് വിൽക്കലല്ല, പകരം സോഫ്റ്റ്വെയർ വിൽക്കലാണ്. സോഫ്റ്റ്വെയർ ആണ് ഇവിടെ എന്ത്, ഡൊമിനന്റ്. ഓക്കെ, സോഫ്റ്റ്വെയർ ആണ് ഡൊമിനന്റ്. നമ്മൾ ഡൊമിനന്റ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആള് സോഫ്റ്റ്വെയർ ആണ്. ഈ ഫ്ലാഷ് ഡ്രൈവ് അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഈ സോഫ്റ്റ്വെയർ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു മെത്തേഡിലൂടെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോഫ്റ്റ്വെയർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, CD-യിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഒരു കമ്പനീൻ്റെ ഇതിലേക്ക്, സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ത്രൂ കൊടുക്കാം. നമുക്ക് പല മെത്തേഡിലൂടെ എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ സോഫ്റ്റ്വെയർ ഈ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ USB ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഒരു കാരിയർ മാത്രമാണ്. നമ്മുടെ മെയിൻ സപ്ലൈ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി മെയിൻലി വിൽക്കുന്നത് എന്താ, സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്തിൽ പെടും, സോഫ്റ്റ്വെയറിന്റെ സർവീസ് എന്താ, സപ്ലൈ എന്താണ്, അതൊരു സർവീസ് ആണ്, അല്ലാതെ ഗുഡ്സ് അല്ല. അതുകൊണ്ടാണ് അതെന്തായത്, സർവീസിൽ പെട്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ഐറ്റത്തിൽ നമുക്ക് ഗുഡ്സ് ആണോ സർവീസ് ആണോ മെയിൻ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ എടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഡൊമിനന്റ് എലമെന്റ് ഏതാണോ നോക്കുക, അതിന്റെ നാച്ചർ അനുസരിച്ചായിരിക്കും ആ ടോട്ടൽ ട്രാൻസാക്ഷന്റെ സപ്ലൈ. ഓക്കെ, അപ്പൊ അത് തമ്പ് റൂൾ ആണ്. തമ്പ് റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് റൂൾ ആണ്. അപ്പൊ എപ്പോഴെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണ്, ഒരു ഐറ്റം 2 ഐറ്റം ഒക്കെ മിക്സ് ആക്കി വിൽക്കുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണ്, ഇത് ഗുഡ്സ് ആണോ വിറ്റത്, സർവീസ് ആണോ വിറ്റത്, നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്ത് നോക്കിയാൽ മതി, ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈയിൽ ഏതാണ് ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത്, ഗുഡ്സ് ആണോ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത്, സർവീസ് ആണോ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈന്റെ പ്രധാന സ്വഭാവം എന്താ നോക്കുക, അതനുസരിച്ച് എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഇപ്പൊ നിങ്ങൾ ഈ ഫ്ലാഷ് ഡ്രൈവിന്റെ കേസിൽ തീരുമാനിച്ച പോലെ തന്നെ. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായ കേസാണ്. ചെക്ക് ചെയ്യുക, എന്ത് ചെയ്യേണ്ടത്, മെയിൻ എലമെന്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി വേറൊരു ഉദാഹരണത്തിന്, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ബോർഡ് എയ്പ്പ് എന്ന് പറഞ്ഞൊരു NFT ആണ്. അപ്പോൾ നിങ്ങൾ NFT-കളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. NFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിറ്റ് കോയിനെ കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസി ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിന്റെ ട്രാൻസാക്ഷനും അതിന്റെ ടാക്സേഷനും ഒക്കെ നമുക്ക് കോർപ്പറേറ്റ് ടാക്സിൽ പഠിക്കാനുണ്ട്. നമുക്ക് കോർപ്പറേറ്റ് ടാക്സിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പഠിക്കാനുണ്ട്. കോർപ്പറേറ്റ് ടാക്സിന്റെ എന്താണ്, സൗദിയിലെ കോർപ്പറേറ്റ് ടാക്സിന്റെ ട്രാൻസാക്ഷൻസ് എന്നൊക്കെ നമുക്ക് കോർപ്പറേറ്റ് ടാക്സിന്റെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമുക്ക് വാറ്റിൽ എന്തില്ല, ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചുള്ള ഡിസ്കഷൻ ഒന്നുമില്ല. ഓക്കെ, വാറ്റിൽ വന്ന ലേറ്റസ്റ്റ് വന്ന അമെൻമെന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് അമെൻമെന്റിന്റെ സെഷൻ ഉണ്ട്, അവിടെ നമ്മൾ പറയും ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് പുതിയ കുറച്ച് അപ്ഡേഷനൊക്കെ സൗദി വാറ്റിൽ വന്നിട്ടുണ്ട്. അതല്ലാതെ ബാക്കി ക്രിപ്റ്റോ കറൻസിന്റെ ടാക്സേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കോർപ്പറേറ്റ് ടാക്സിലാണ് പഠിക്കുക. ഇപ്പൊ ഞാൻ അതിനല്ല ഇത് പറഞ്ഞത്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചിത്രം ക്രിപ്റ്റോ കറൻസിന്റെ ഭാഗമായി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ്. ഇപ്പൊ ഇനി ഫ്യൂച്ചർ ഓഫ് അക്കൗണ്ടിങ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ ബ്ലോക്ക് ചെയിൻ. ഇപ്പൊ നമ്മൾ AI കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്കറിയാം. AI കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ AI പോലെ തന്നെ AI-ക്കാളും പ്രാധാന്യമുള്ള സാധനങ്ങളാണ് ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ, അതുപോലെ NFT ഒക്കെ. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നമ്മൾ അപ്ഡേറ്റഡ് ആയി ഇരിക്കേണ്ട കാര്യങ്ങളാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ക്രിപ്റ്റോ കറൻസിയും NFT-കളൊക്കെ
ഈവൻ ഇപ്പൊ ലേറ്റസ്റ്റ് യു എയിൽ ഒരു ഫിനാൻഷ്യൽ സമ്മിറ്റ് നടക്കുന്നുണ്ട്, ഇപ്പൊ കറന്റ് യു എയിൽ നടക്കുന്നുണ്ട്. അതിൽ അവിടെ ക്രിപ്റ്റോനെ കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതിൽ സൊളാന എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചുള്ള ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. ഈ സൊളാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ചെയിൻ കൺസെപ്റ്റിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസിയാണ്. നമ്മൾ ബിറ്റ് കോയിൻ ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഒരു ക്രിപ്റ്റോ ഒരു ടീമാണ് സൊളാന. അപ്പൊ ഈ സൊളാന അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് പുതിയ പുതിയ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ട് ബാങ്കിനൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് വേറെ ടോപ്പിക് തന്നെയാണ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ സാധനത്തിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില ബാങ്കുകളൊക്കെ ബ്ലോക്ക് ചെയിൻ കൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എവിടുന്നാ ഫണ്ട് വന്നത് എവിടേക്കാ ഫണ്ട് പോയത് എന്നുള്ളത് ട്രാൻസാക്ഷൻ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വേറെ തന്നെ ഡിസ്കഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ബ്ലോക്ക് ചെയിനിൽ അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ചെയിനിൽ കൺസെപ്റ്റ് പ്രകാരം വർക്ക് ചെയ്യുന്നതാണ് ക്രിപ്റ്റോ കറൻസീസും. അതുപോലെ ഒന്നാണ് NFTs. NFTസിന്റെ ഫുൾ ഫോം പറയുന്നത് നോൺ ഫ്യൂഞ്ചബിൾ ടോക്കൺ എന്നാണ് നമ്മൾ പറയാം. നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ആർട്ടിസ്റ്റിക് വർക്ക് ഉണ്ട്, ഇപ്പോൾ നിങ്ങൾക്കൊരു ചിത്രം ഉണ്ട്, ഒരു പെയിന്റിംഗ് ഉണ്ട്. ഈ പെയിന്റിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് NFT-കളാക്കി മാറ്റാം. NFT-കളാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ഈ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ലോകത്തെ ആദ്യത്തെ NFT. ഫസ്റ്റ് വേൾഡ് NFT ആണ് ബോർഡ് എയ്പ്പ് NFT. കബ്ലോ എന്ന് പറയുന്ന ഈ NFT ആണ് ലോകത്ത് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത NFT. അതായത് ഒരാളുടെ ചിത്രം എന്ത് ചെയ്യുക, ഒരു NFT ആക്കി മാറ്റുക. അതായത് ഒരു 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 പെയിന്റിങ്ങിന് എന്ത് ചെയ്യുക, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ടോക്കൺ ആക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യും, NFTs സെല് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഇത് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, പ്രൈസിന് ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ സ്റ്റോക്ക് വാങ്ങി വെക്കുന്ന പോലെ NFT-കൾ ആൾക്കാർ എന്ത് ചെയ്യും, വാങ്ങി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ആൻറ്റിക് പീസുകളൊക്കെ വാങ്ങി വെക്കൂലേ, നമ്മൾ വാച്ചിൻ്റെ ആൻറ്റിക് പീസുകൾ വാങ്ങി വെക്കും. അങ്ങനത്തെ ഒക്കെ നമ്മൾ പണ്ട് അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ നടത്തിയില്ലെന്നോ, അതേപോലെ ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ പ്രകാരം കളക്ഷൻസ് നടത്തുന്നതാണ് ഈ NFT-കളൊക്കെ. അപ്പോൾ ആ NFTs ഒരു 2021-22 ഭയങ്കര പീക്ക് ലെവലായിരുന്നു. കാരണം ആ സമയത്ത് ഒരുപാട് ആൾക്കാർ അതിൽ ട്രേഡ് ചെയ്തിട്ട് ഭയങ്കര പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നൊന്ന് കർവ് ഒന്ന് താന്നു പോയി. അത് ക്രിപ്റ്റോ താന്ന കൂട്ടത്തിൽ താന്നതാണ്. ഇപ്പോൾ ബിറ്റ് കോയിനൊക്കെ ഒന്ന് ജസ്റ്റ് താന്ന സമയത്ത് വന്നു. പിന്നെ അഗെയിൻ ക്രിപ്റ്റോ കയറി, ഇപ്പോൾ വീണ്ടും ഇത് കയറി വന്നിട്ടുണ്ട്. അത് രീതിയിൽ അങ്ങനെ പോകും. കാരണം ഇപ്പോൾ ക്രിപ്റ്റോ ഇറങ്ങിയ സമയത്ത്, നമ്മൾ ഈ ബിറ്റ് കോയിനൊക്കെ ഇറങ്ങിയ സമയത്ത് ആൾക്കാർ ഒരിക്കലും ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന് കരുതിയ സാധനം ഇപ്പോൾ ഇന്ന് നിയർലി ഒരു ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 CR അടുത്തേക്ക് എത്തി. 83 85 90 ഒക്കെ ആയിരുന്നു ഇപ്പോഴത്തെ. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് എത്രയെന്ന് എനിക്കറിയില്ല. ആ ഒരു റേഞ്ചിലേക്ക് എത്തി. ഒരു 5-10 വർഷം മുന്നേ നമ്മളെ കയ്യിലൊരു ബിറ്റ് കോയിൻ ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-10 രൂപക്ക് നമുക്കൊരു ബിറ്റ് കോയിൻ കിട്ടുന്നത് ഇന്ന് 83-95 ലക്ഷം, 1 കോടിയിലേക്ക് അടുത്തു. അപ്പൊ അത് എങ്ങനായാലും ഫ്യൂച്ചർ ആയിട്ട് വരും, അതിലൊരു സംശയം വേണ്ട. ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ് NFT. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ NFT-കളൊക്കെ വരുന്ന സമയത്ത്, ഓക്കെ, ഇപ്പൊ ഈ തരത്തിലുള്ള NFT-കളൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ഈ NFT ആണിത്. ഈ NFT ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നുള്ളതാണ് ആദ്യത്തെ കൺഫ്യൂഷൻ. ഇത് NFT വിൽക്കുകയാണെങ്കിൽ അത് ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ NFT ആക്കുന്നതിന് മുന്നേ ഈ ഒരു പെയിന്റിംഗ് ഉണ്ടല്ലോ, ഇപ്പൊ ഒരു പെയിന്റിംഗ് ഒരാൾ വരച്ചു, ആ പെയിന്റിങ് അയാൾ അങ്ങനെ തന്നെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുഡ്സ് ആണ്. കാരണം എന്താ, അതിനൊരു ഫിസിക്കൽ ടാഞ്ചിബിൾ എന്തുണ്ട്, സ്വഭാവം ഉണ്ട്, അല്ലെ, ഗുഡ്സിന്റെ അണ്ടറിലുള്ള സ്വഭാവം ഉണ്ട്, അതായത് തൊടാൻ പറ്റുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള സ്വഭാവം ഉണ്ട്. എന്നാൽ ഒരാളുടെ പെയിന്റിങ് എടുത്തിട്ട് എന്ത് ചെയ്തു, NFT-യിലേക്കാക്കി കൺവേർട്ട് ചെയ്തു. NFT ആക്കി കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത് പിന്നെ തൊടാൻ പറ്റൂല, അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റില്ല. അത് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ എന്ത് ചെയ്യുള്ളൂ, ബ്ലോക്ക് ചെയിൻ അനുസരിച്ച് വിൽക്കാനും വാങ്ങാനേ പറ്റുള്ളൂ. അതോടുകൂടി അതെന്തായി മാറി, ഗുഡ്സിൽ നിന്ന് സർവീസിലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇനി സർവീസിലേക്ക് കാറ്റഗറൈസ് ചെയ്തപ്പെട്ട ഈ ഒരു NFT ഒരാൾ വാങ്ങി. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ചിത്രം വരച്ച് ഞാൻ നല്ല പേപ്പറിൽ വരച്ച ചിത്രമായിരുന്നു, അത് ഗുഡ്സ് ആണ്, അതിന്റെ സ്വഭാവം അപ്പൊ ഗുഡ്സ് ആണ്. ഈ ഗുഡ്സിനെ ഞാൻ എന്താക്കി മാറ്റി, സിസ്റ്റത്തിനകത്തേക്ക് NFT ആക്കി മാറ്റി. NFT ആക്കി മാറ്റിയതോടുകൂടി ഇതെന്തായി, ഒരു NFT ആയി. ഈ NFT-ന്റെ സ്വഭാവത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇനി വിൽക്കുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിൽ NFT ആക്കി മാറ്റിയ സാധനം ഞാൻ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ ത്രൂ വേറൊരാൾക്ക് വിറ്റു. അപ്പൊ അത് സർവീസ് ആണ്. ഇപ്പൊ ഈ സാധനം സർവീസ് ആണ്. ഇനി വാങ്ങിയ ആള്, ഈ NFT വാങ്ങിയ ആള് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഡൗൺലോഡ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്തു, പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അയാൾ അഗെയിൻ ബാക്ക് ടു ഇതേപോലെ ഒരു പിക്ചറിന്റെ കോലത്തിലേക്ക് എന്ത് ചെയ്തു, ഒരു ഫ്രെയിം ഒക്കെ വെച്ചിട്ട് ഒരു പിക്ചർ ആക്കിയിട്ട് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും അതെന്തായി, ഗുഡ്സ് ആയി വീണ്ടും മാറി. അപ്പൊ ഒരേ പ്രൊഡക്റ്റ് തന്നെ, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ പ്രൊഡക്റ്റ് തന്നെ ജേണി മാറുകയാണ്. ഗുഡ്സ് ആയിരുന്ന സാധനം സർവീസായി, സർവീസ് ആയിരുന്ന സാധനം ഗുഡ്സ് ആയി മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടിപ്പിക്കലി നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ ചെരുപ്പും ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും ഗുഡ്സേ ആവുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിന് നമുക്ക് ഇതേ ആവുള്ളൂ എന്ന് നമുക്ക് പറയാം.
അതേപോലെ പറയാൻ പറ്റാത്ത ചില സാധനങ്ങളുണ്ട്. ചിലതെന്താവും, അതിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ സമയത്ത് അത് ഗുഡ്സിലാണ് വിറ്റിരുന്നെന്നുണ്ടെങ്കിൽ അതേ സാധനം തന്നെ ചിലപ്പോൾ വേറെ സ്ഥലത്ത് വിൽക്കുമ്പോൾ അത് സർവീസ് ആയിട്ടായിരിക്കും മാറുക. എന്നാൽ അതേ സാധനം വീണ്ടും വേറെ സ്ഥലത്ത് വിൽക്കുമ്പോൾ ഗുഡ്സ് ആയി മാറും. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് NFT വിൽക്കുന്ന സമയത്ത് ഗുഡ്സ് ടു സർവീസ് ടു ഗുഡ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ അസറ്റിന്റെ ഏത് അസറ്റാണോ അത് അണ്ടർലൈൻ ചെയ്യുന്നത് അതനുസരിച്ച് എന്ത് ചെയ്തിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അസറ്റ് എന്താന്നുള്ളത് നമുക്ക് അക്കൗണ്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരികയും ചെയ്യാം. ഇനി ഗുഡ്സ് ആൻഡ് സർവീസിൽ വേറൊരു എക്സാമ്പിൾ. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ചെന്നു. ഓക്കെ, ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഫുഡ് കഴിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഗുഡ്സ് ആണോ സർവീസ് ആണോ? ഗുഡ്സ് ആണെങ്കിൽ നിങ്ങൾ ജി എന്ന് ടൈപ്പ് ചെയ്യ്, സർവീസ് ആണെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യ്. ഓക്കെ, ഒരാള് പറഞ്ഞു. ഓക്കെ, 2 3 4 5. ഓക്കെ, കുറെ ആൾക്കാർ സർവീസ് എന്ന് പറഞ്ഞു. 6. ഓക്കെ, കറക്റ്റ്. അപ്പൊ എല്ലാവരും പറഞ്ഞു ശരിയാണ്, റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡ് കഴിച്ചാൽ എന്താണ്, അത് സർവീസ് ആണ്. അതിന്റെ റീസൺ എന്താ, നമ്മൾ അവിടെ ഫുഡല്ലേ കൊടുക്കുന്നത്. പക്ഷെ എന്താണ്, അവിടുത്തെ ഡൊമിനന്റ് എന്താണ്, ഫുഡല്ല, പകരം എന്താണ്, ആ ആംബിയൻസ് അല്ലെങ്കിൽ ആ സർവീസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതിനാണ് റെസ്റ്റോറൻറ്റിൽ പ്രാധാന്യം. അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റ് നമ്മൾ കൊടുക്കുന്നത് എന്തായി മാറിയത്, സർവീസ് ആയി മാറിയത്. അല്ലാതെ അവിടെ എന്തിനല്ല, ഫുഡിനല്ല പ്രാധാന്യം, പകരം നമ്മൾ കൊടുക്കുന്ന ആംബിയൻസ്, നമ്മൾ കൊടുക്കുന്ന സർവീസ്, അതാണ് അവിടുത്തെ മെയിൻ എലമെന്റ്. അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റ് സർവീസിന് അണ്ടറിൽപ്പെട്ട്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫുഡ് ടേക്ക് അവേ നടത്തുകയാണ്. ഒരു ഫുഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ടേക്ക് അവേ എടുത്ത് പോവാണ്. ടേക്ക് അവേ എടുത്ത് പോവുകയാണെങ്കിൽ ഇതേ സാധനം നമ്മൾ നേരത്തെ ഫുഡ് സർവീസിന് അണ്ടറിൽ പറഞ്ഞ ഇതേ സാധനം എന്തായി മാറി, ഗുഡ്സ് ആയി മാറി. അപ്പൊ റെസ്റ്റോറൻറ്റിൽ വെച്ച് നമ്മളൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് സർവീസും, എന്നാൽ അതേ ഫുഡ് നമ്മൾ ടേക്ക് അവേ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായി, ഗുഡ്സ് ആയി മാറി. ഓക്കെ, അപ്പോൾ റെസ്റ്റോറൻറ്റുകൾ ഗുഡ്സും റെസ്റ്റോറൻറ്റുകൾ സർവീസുകളും, എന്നാൽ അതേ സ്ഥലത്ത് നമ്മൾ ഫുഡ് ടേക്ക് അവേ എടുക്കുകയാണെങ്കിൽ അത് ഗുഡ്സിന്റെ അണ്ടറിലേക്കാണ് എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. കാരണം എന്താ, അവിടെ സർവീസ് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഇല്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ സർവീസ് ചെയ്യുന്ന ഒരു എലമെന്റ് ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഗുഡ്സ് മാത്രം നമ്മൾ വാങ്ങി പോകുന്നുള്ളൂ. സോ അതെന്താണ്, ഗുഡ്സിന്റെ അണ്ടറിലാണ് കാറ്റഗറൈസ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ പറഞ്ഞ എന്തിനാ, ഗുഡ്സും സർവീസും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ടിപ്പിക്കൽ ഐറ്റത്തിന് നിങ്ങൾക്ക് ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, അതിലെ മെയിൻ എലമെന്റ് ഏതാന്ന് നോക്കുക. രണ്ടാമത് പറഞ്ഞത് എന്താ, ചില സാധനങ്ങൾക്ക് ഗുഡ്സിന്റെ സ്വഭാവം സർവീസിന്റെ സ്വഭാവമായി മാറും, അത് വീണ്ടും ഗുഡ്സിന്റെ സ്വഭാവത്തിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്. മൂന്നാമത് നമ്മൾ പറഞ്ഞതാ, ചില സാധനങ്ങൾ ചിലപ്പോൾ ചില ടൈമിൽ ഗുഡ്സ് ആയിട്ടായിരിക്കും നമ്മൾ പറയാം, എന്നാൽ അതേ സ്ഥാനത്ത് അതേ സാധനത്തെ നമ്മൾ എന്ത് ചെയ്യും, സർവീസ് ആയി മാറ്റും. അതായത് ഇപ്പോൾ ഹോട്ടലിലെ കേസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലെ കേസ്, റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് സർവീസും, റെസ്റ്റോറൻറ്റിൽ ഫുഡ് എടുക്കുന്ന ടേക്ക് അവേ എടുക്കുന്നത് ഗുഡ്സിന്റെ അണ്ടറിലാണ് കാറ്റഗറൈസ് ചെയ്യുക. അപ്പൊ അതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്താണെന്നുള്ളത്. ഓക്കെ, പിന്നെ ആ ഒരു ടാക്സബിൾ സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈന്റെ ഡെഫിനേഷനിൽ പിന്നെ നമ്മൾ പറഞ്ഞ ആളാണ് എന്ത്, കൺസിഡറേഷൻ. നിങ്ങൾ അവിടുന്ന് കേട്ടിട്ടുണ്ടാവും കൺസിഡറേഷൻ എന്ന ടേം. അപ്പൊ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി വാറ്റിൽ കൺസിഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു എവറിത്തിങ് റിസീവ്ഡ് എക്സ്പെക്ടഡ് ടു ബി റിസീവ് ബൈ ദ സപ്ലയർ ഇൻ റിട്ടേൺ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വെദർ മണി ഓർ അതർവൈസ് എന്നാണ്. അതായത് നമ്മൾ ഒരു സാധനം വിൽക്കുന്ന സമയത്ത്, നമ്മളൊരു സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എല്ലാ സാധനത്തിനെയും എന്ത് വിളിക്കുന്നു, കൺസിഡറേഷൻ എന്ന് വിളിക്കുന്നു. ഏതുവരെ, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്ത്, പൈസ ആയിട്ട് കിട്ടിയാൽ മാത്രമേ സപ്ലൈ ആവൂ എന്ന് വിചാരിക്കരുത്. അതിപ്പോൾ ഞാനൊരു സാധനം ഒരാൾക്ക് വിറ്റ സമയത്ത് അയാൾ എനിക്ക് തിരിച്ച് പൈസ തരികയാണെന്നുണ്ടെങ്കിൽ അതെന്താ, മോണിറ്ററി കൺസിഡറേഷൻ ആണ്, ഓക്കെയാണ്. എന്നാൽ ഞാനൊരു സാധനം വിറ്റു, അയാൾ എനിക്ക് പൈസ അല്ല തന്നത്, പകരം അയാളുടെ കയ്യിലുള്ള വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ആണ് തിരിച്ചു തരുന്നത്, ഒരു നോൺ മോണിറ്ററി ഐറ്റം ആണ് തിരിച്ചു തരുന്നത്. ഇപ്പോൾ ഏതുപോലെ നമ്മൾ ബാർട്ടർ സിസ്റ്റം ഒക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു SS ബാർട്ടർ സിസ്റ്റം, സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ പഠിച്ചിരുന്ന ബാർട്ടർ സിസ്റ്റം. അതായത് നമ്മളൊരു സാധനം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും ഒരു ഐറ്റം തരും. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പണ്ട് നമ്മൾ പഠിച്ചൊരു കോഴി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് താറാവ് തരുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ബാർട്ടർ സിസ്റ്റമാണ്. അപ്പൊ ബാർട്ടർ സിസ്റ്റത്തെ പോലും UAE വാറ്റിൽ എന്തായിട്ട് കാണുന്നുണ്ട്, സൗദി വാറ്റിൽ എന്തായിട്ട് കാണുന്നുണ്ട്, കൺസിഡറേഷൻ ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ തിരിച്ച് പൈസ തന്നെ കിട്ടണം എന്ന് യാതൊരു
നിർബന്ധമില്ല. മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ ആവാം. അപ്പോൾ ഒരു ഡൗട്ട്, നോൺ മോണിറ്ററി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിനെ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യും? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരാൾക്ക് ഒരു 5 പെന്ന് വിറ്റു. 5 പെന്ന് ഞാൻ ഒരാൾക്ക് വിറ്റു. അയാൾ എനിക്ക് തിരിച്ചു തന്നത് 5 പെൻസിലാണ്. 5 പെന്നിന് പകരം അയാൾ പെൻസിൽ തന്നു. അപ്പോൾ 5 പെന്ന് വിറ്റത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗുഡ്സിൻ്റെ അണ്ടറിലുള്ളതാണ്. തിരിച്ചിങ്ങോട്ട് വന്നത് കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെൻസിലിനെ നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് പരിഗണിക്കുകയാണ്, നോൺ മോണിറ്ററി കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പെന്നിന്റെ വില എത്രയാണോ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെന്നിന്റെ വില നമ്മൾ എന്ത് ചെയ്യും, വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ വിറ്റത് പെന്നല്ലേ, അപ്പോൾ പെന്നിന്റെ വില എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. പെന്നിന് എത്ര പെൻസിൽ എമൗണ്ട് തിരിച്ച് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടിയ പെൻസിലിന്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, എമൗണ്ട് കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് 5 പെന്നിന് 500 ദിർഹംസ് ആണെന്നുണ്ടെങ്കിൽ 500 ദിർഹംസ് വില വരുന്ന പെൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചു വാങ്ങുക. വാല്യൂ എമൗണ്ട് ആയിട്ട് നമ്മൾ അത്ര എമൗണ്ട് എന്ത് ചെയ്യും, തിരിച്ചു വാങ്ങും. അപ്പോൾ കൺസിഡറേഷൻ മോണിറ്ററി ആകാം, നോൺ മോണിറ്ററി ആകാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ബില്ലുണ്ട്. ഓക്കെ, ഒരു ബില്ലുണ്ട്. ആ ബില്ലിൽ നമ്മൾ എന്താ ചെയ്യുക, ആ ഐറ്റം ഇപ്പോൾ ഒരു എമൗണ്ട് വന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെന്ന് നമ്മൾ വിറ്റു, പെന്നിന്റെ എമൗണ്ട് കാണിച്ചു, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റു 15% വാറ്റ് കൊടുക്കും അല്ലേ, 15% വാറ്റ് വരും. എന്നിട്ട് ഈ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമറെ കയ്യിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും എമൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഈ പെന്നിന്റെ വില അല്ലാതെ വേറെ ഏതെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിലൊന്ന് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി എപ്പോഴാണ് വരിക, നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, കസ്റ്റംസ് ഡ്യൂട്ടി വരും. കസ്റ്റംസിൽ വാറ്റ് അല്ല, അപ്പോൾ അതല്ലാതെ തന്നെ ഒരു ടാക്സ് ഉണ്ട്, അതെന്താ, കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പുറത്ത് രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വാറ്റും വരും, കസ്റ്റംസ് ഡ്യൂട്ടിയും വരും. കസ്റ്റംസ് ഡ്യൂട്ടിയും വാറ്റും ഒന്നല്ല, ഡ്യൂട്ടി വേറെയാണ്, വാറ്റ് വേറെയാണ്. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻവോയ്സിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നതാണ് കസ്റ്റംസ് ഡ്യൂട്ടി. പിന്നെ ആഡ് ചെയ്യാൻ പറ്റുന്നതോ, എന്തെങ്കിലും എക്സ്ട്രാ സർവീസ് ഫീ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കാൻ വേണ്ടി വന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പാർട്ട് ഓഫ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പോർട്ടിൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഡ്യൂട്ടി അടച്ചിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്തത്, എൻ്റെ റിയാദിലുള്ള ഷോപ്പിൽ എത്തിച്ചത്. ഓക്കെ, ഇനി റിയാദിലുള്ള ഷോപ്പിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കസ്റ്റമർക്ക് വിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബില്ലിടാണ്, റിയാദിലുള്ള ഷോപ്പിൽ നിന്ന് ഞാൻ ബില്ലിടുമ്പോൾ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആദ്യം ഞാൻ ഈ ബില്ലിൽ എന്താ ആഡ് ചെയ്യുക, ഈ പ്രൊഡക്റ്റിൻ്റെ വില, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഈ സാധനത്തിൻ്റെ വില, പ്രൈസ് എത്ര എന്നുള്ളത് കൊടുക്കും. പിന്നെ അതിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്ത്, ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമയത്ത് ഞാൻ ഈ ഡ്യൂട്ടി പോർട്ടിൽ അടിച്ച വാറ്റ് എമൗണ്ട് അല്ല, കസ്റ്റംസ് ഡ്യൂട്ടി എമൗണ്ട് എത്രയാണോ ആ ഡ്യൂട്ടി എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അതിന് കൂടെ എനിക്ക് എന്താ ആഡ് ചെയ്യാൻ പറ്റും, കസ്റ്റംസ് ഡ്യൂട്ടി അല്ലാതെ എനിക്ക് എന്താ ആഡ് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് റിയാദിൽ നിന്ന് ജിദ്ദയിലേക്കാണ് എത്തിച്ചു കൊടുക്കേണ്ടത്. ജിദ്ദയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനിടയിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈ പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതും എനിക്ക് ആഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും എക്സ്ട്രാ സർവീസ് ഫീ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, അതും ആഡ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ചാർജുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻവോയ്സിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഏതാ, എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ പൊതുവെ എടുക്കാറുള്ളത് വാറ്റ് എമൗണ്ട് ആണ്. ഇപ്പോൾ ചില സമയത്ത് ചില ട്രാൻസാക്ഷനിൽ വാറ്റ് അടക്കമുള്ള എമൗണ്ട് ആയിരിക്കും വന്നിട്ടുണ്ടാവുക, ചില സാധനങ്ങളിൽ വാറ്റ് അടക്കമുള്ള എമൗണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വാറ്റിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് ആ ഐറ്റത്തിൻ്റെ പ്രൈസ് എത്രയെന്നുള്ളത് നോക്കും, എന്നിട്ട് അതിന്മേലാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡീഷണലി വാറ്റ് കൊടുക്കുക. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ പഠിച്ചെടുക്കാം. ഓക്കെ, ഇനി വേറൊരു സിറ്റുവേഷനാണ് ഡൊണേഷൻസ്. ഓക്കെ, അപ്പോൾ ഡൊണേഷൻസിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മളൊരു ഡൊണേഷൻ കൊടുക്കുകയാണ്, ഒരു കമ്പനി എന്ത് ചെയ്യണം, ഒരു കമ്പനിക്ക് വേറൊരാൾക്ക് ഡൊണേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഡൊണേഷൻ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഡൊണേഷൻ കൊടുക്കുന്നത് ആഡ് ചെയ്യാൻ പറ്റുക, ആ ഡൊണേഷൻ ബേസ് ചെയ്തിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അതിനെ കൺസിഡറേഷനായിട്ട് പരിഗണിക്കാം. ഒരു ഉദാഹരണത്തിന് നമ്മളെ കമ്പനി, ഓക്കെ, നമ്മൾ സൗദിയിലുള്ള കമ്പനി, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ ഒരു സ്പോർട്സ് മീറ്റ് നടക്കുന്നുണ്ട്. ഈ സ്പോർട്സ് മീറ്റിന് നമ്മളെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡൊണേഷൻ കൊടുത്തു. ഡൊണേഷൻ അറിയില്ല, നമ്മൾ പിരിവ് കൊടുക്കൂലേ, ഡൊണേഷൻ കൊടുത്തു. പക്ഷേ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോർട്സ് മീറ്റ് എന്ത് ചെയ്യും, നമ്മുടെ പേര്, നമ്മുടെ കമ്പനീൻ്റെ പേര്, നമ്മളെ കമ്പനീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, ഈ സ്പോർട്സ് മീറ്റ് നടക്കുന്നിടത്തൊക്കെ അഡ്വർടൈസ് ചെയ്യും.
അത് അവരെന്ത് ചെയ്യും, എല്ലായിടത്തും കൊടുക്കും. നമ്മളാണ് ഡൊണേഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യും, എല്ലായിടത്തും പരസ്യങ്ങളൊക്കെ വെക്കും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യും, ഈ സ്പോർട്സ് പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിന്റെ ചുറ്റും എന്ത് ചെയ്യും, നമ്മളെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ നമ്മളെ കമ്പനിക്ക് നല്ല പരസ്യം തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൗദി വാറ്റ് പറയുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ച് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, ഈ കമ്പനി ഈ സ്പോർട്സ് മീറ്റ് നടത്തുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ച് ബെനിഫിറ്റ് തരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുത്ത ഈ ഡൊണേഷൻ എമൗണ്ടിനെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുത്ത ഡൊണേഷൻ എമൗണ്ടിനെ കൺസിഡറേഷൻ ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് സക്കന്റെ കയ്യിലുള്ള കാര്യമാണ്. സക്കക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സക്കയാണ് അത് എന്ത് ചെയ്യുക, ഫൈനൽ ഡിസിഷൻ എടുക്കുക. അപ്പൊ ചില സമയത്ത് ചില കമ്പനികൾ എന്ത് ചെയ്യും, ചില വലിയ കമ്പനികൾ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഏജൻസിനെ കേൾപ്പിക്കും സ്പോർട്സ് മീറ്റിന് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൗദിയിൽ ഒരു വലിയ സ്പോർട്സ് പരിപാടി നടക്കുകയാണ്. വലിയൊരു സ്പോർട്സ് പരിപാടി നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു കമ്പനി എന്ത് ചെയ്യും, ഇവരെ സ്പോൺസർ ചെയ്യും. എന്നിട്ട് ഈ സ്പോൺസർഷിപ്പ് എമൗണ്ട് അറിയാതിരിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, എമൗണ്ട് കൊടുക്കുക, കമ്പനി എമൗണ്ട് കൊടുക്കുക എന്തായിട്ടായിരിക്കും, ഡൊണേഷൻ എമൗണ്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഡൊണേഷൻ എമൗണ്ട് ആയിട്ട് കൊടുക്കും. ഈ സ്പോർട്സ് മീറ്റ് നടക്കുന്നവർ ഇവരുടെ പരസ്യം എന്ത് ചെയ്യുന്നുണ്ടാവും, എല്ലാ സ്ഥലത്തും കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡൊണേഷൻ എമൗണ്ട് ആയിട്ടൊരു 20,000 ദിർഹംസ് കിടക്കുന്നുണ്ട്, 20,000 ദിർഹംസ് ഡൊണേഷൻ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ ഡൊണേഷന് പൊതുവേ വാറ്റ് ഇല്ല, കാരണം എന്താ, ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണ്, വെറുതെ കൊടുക്കുന്ന പൈസയാണ്, അതിന് വാറ്റ് ഇല്ല ശരിക്കും. പക്ഷെ സക്ക ചോദിക്കും എന്ത്, ഈ ഡൊണേഷൻ എന്തിനു കൊടുത്തതാണ്, ഓക്കെ, ഈ ഡൊണേഷന് എന്തിനു കൊടുത്താണ്. ഇത് സ്ക്രൂട്ടിനി വരുന്ന സമയത്തൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, അല്ല വാറ്റ് എപ്പോഴും ചോദിക്കൂല. വാറ്റിൽ ഒരു കേസ് സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ചോദിക്കും, അതായത് ഈ ഡൊണേഷൻ എന്തിനു കൊടുത്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്, ഈ ഡൊണേഷൻ കൊടുത്തത് ജിദ്ദയിൽ നടന്ന ഒരു സ്പോർട്സ് മീറ്റ് നടന്ന സമയത്ത്, ആ സ്പോർട്സ് മീറ്റിന് നമ്മൾ എന്ത് ചെയ്താണ്, അവർ വന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്താണ്, ഒരു ഡൊണേഷൻ എമൗണ്ട് ആയിട്ട് നമ്മൾ ഫീസ് കൊടുത്താണ്. ഓക്കെ, അപ്പൊ സക്ക നോക്കും, ഈ സ്പോർട്സ് മീറ്റിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ. അപ്പൊ നമ്മൾ സക്ക നോക്കിയ സമയത്ത് ഈ സ്പോർട്സ് മീറ്റിൽ ഉടനീളം നമ്മുടെ പരസ്യങ്ങളാണ്, എല്ലായിടത്തും ഫ്ലക്സിലും ബോർഡിലും നമ്മൾ ബോള് പോസ്റ്റിന്റെ ചുറ്റും സ്റ്റേഡിയത്തിന്റെ ചുറ്റൊക്കെ നമ്മളെ കമ്പനീന്റെ പരസ്യവും ആഡൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സക്ക് എന്ത് ചെയ്തേക്കാം, ഈ ഡൊണേഷൻ എമൗണ്ടിനെ കൺസിഡറേഷൻ ആയിട്ട് പരിഗണിച്ചിട്ട് ഈ തന്ന അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ആഡ് ചെയ്യുന്നതിനെ ഒരു സർവീസ് ആയിട്ട് പരിഗണിച്ചിട്ട് അതിന്റെ പേരിൽ എന്ത് ചെയ്യാം, വാറ്റ് അടക്കാൻ പറയും. അങ്ങനെയുള്ള പോസിബിലിറ്റി ആണ് കൂടുതൽ. കാരണം എന്താ, കൺസിഡറേഷനിൽ നമുക്കൊരു ബെനിഫിറ്റ് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൊണേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വാറ്റ് അടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബെനിഫിറ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, അവിടെ വാറ്റ് വരില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായം, അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഡൊണേഷൻ ആയിട്ട് കൊടുത്തു. അവരുടെ പരിപാടി നടത്തുന്നിടത്ത് നമ്മളെ ഫ്ലക്സോ നമ്മളെ ബോർഡോ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് പറയുന്നുണ്ട് എന്ത്, ഇങ്ങനെ ഒരു കമ്പനി ഞങ്ങൾക്ക് ഡൊണേഷൻ തന്നു എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതിനൊന്നും വരില്ല, വാറ്റൊന്നും വരില്ല. പകരം നമ്മൾ ഇതേപോലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യൻസിന്റെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ജിദ്ദയിൽ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. നമ്മളെ കമ്പനിയിലേക്ക് ഒരാൾ വന്നു, നമ്മൾ എന്ത് ചെയ്തു, ഒരു നല്ലൊരു എമൗണ്ട് ഡൊണേഷൻ കൊടുത്തു, ഒരു 10,000 ദിർഹം ഡൊണേഷൻ കൊടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഈ പ്രോഗ്രാം നടത്തുന്നിടത്തൊക്കെ നമ്മുടെ പേരിൽ ഫ്ലക്സ് അടിച്ച്, നമ്മളെ ബോർഡ്, അവരുടെ നോട്ടീസിലൊക്കെ നമ്മളെ പേര്, നമ്മൾ കൊടുത്ത സേവനം നമ്മുടേതാണെന്ന് പറഞ്ഞിട്ട്, ഈവൻ നമ്മുടെ എവിടെയൊക്കെ അഡ്വർടൈസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണ്, സക്കന്റെ കണ്ണിൽ അതൊരു സർവീസ് ആവുകയും ആ കൊടുത്ത ഡൊണേഷൻ ഒരു കൺസിഡറേഷൻ ആയിട്ടും പരിഗണിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി സക്കക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ചെയ്യണം നിർബന്ധമില്ല, എപ്പോഴെങ്കിലും ഒരു സ്ക്രൂട്ടിനിയോ കേസോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സക്ക എന്ത് ചെയ്യാം, അങ്ങനെ ചോദിച്ചേക്കാം. അതാണ് വേറൊരു സിറ്റുവേഷൻ. ഇനി നമ്മൾ വേറൊരു പോയിന്റ്, ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കുട്ടി പോയിന്റുകൾ പഠിച്ചു പോവാണ്, കാരണം നമ്മൾ ഇതെല്ലാം കൂടിയും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇനി വരാൻ പോകുന്ന ടോപ്പിക്കുകൾ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ പോയിന്റുകളാണ്. വേറൊരു പോയിന്റാണ് റിലേറ്റഡ് പേഴ്സൺസ്. ഇതും സൗദി വാറ്റിൽ പറയുന്ന ഒരു ചെറിയൊരു ഡെഫിനിഷൻസ് ആണ്, അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ നമ്മൾ പഠിക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയില്ല, നമുക്കിനി ടാക്സ് ഗ്രൂപ്പ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാന്ന് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ടാക്സ് ഗ്രൂപ്പിന്റെ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ വാറ്റ് ഗ്രൂപ്പ് രജിസ്ട്രേഷൻ എങ്ങനെയാണ്. അപ്പോൾ വാറ്റ് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, റിലേറ്റഡ് പേഴ്സൺസിനെ കുറിച്ച് അറിയാനുണ്ട്.
റിലേറ്റഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ചില കമ്പനികൾ തമ്മിൽ റിലേറ്റഡ് പാർട്ടീസ് ആയിരിക്കും, അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കും. അതായത് ആ രണ്ട് കമ്പനിയും തമ്മിൽ എന്തുണ്ടാവും, ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിലേഷൻ കമ്പനി കാണുന്നുണ്ടാവും. അപ്പോൾ റിലേറ്റഡ് പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിൽ റിലേറ്റഡ് പാർട്ടി അല്ലെങ്കിൽ കമ്പനികൾ ക്ലോസ്ലി കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എന്തിലൂടെ ആവാം, ഓണർഷിപ്പ് മുഖാന്തരം ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൺട്രോൾ മുഖാന്തരം ആവാം, അല്ലെങ്കിൽ ഫാമിലി മുഖാന്തരം ആവാം. അതായത് രണ്ട് കമ്പനികൾ തമ്മിൽ റിലേറ്റഡ് പാർട്ടി എപ്പോഴാണ് ആവുക എന്നാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് കമ്പനി നമ്മൾ റിലേറ്റഡ് പാർട്ടി ആയിട്ട് എപ്പോഴാണ് സൗദി വാറ്റിൽ പരിഗണിക്കുക എന്നാണ്. അങ്ങനെ റിലേറ്റഡ് പാർട്ടി രണ്ട് കമ്പനി ആയി കഴിഞ്ഞാൽ അവിടെ കുറേ പ്ലസും മൈനസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കിട്ടുന്ന കുറേ ബെനിഫിറ്റുകളും ഉണ്ട്, അതുകൊണ്ട് കിട്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ രണ്ട് കമ്പനി കണ്ടു, ഓക്കെ, രണ്ട് കമ്പനി കണ്ടു കഴിഞ്ഞാൽ ഒരു എ എന്ന് പറയുന്ന കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും, എ എന്ന് പറയുന്ന കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും സൗദി വാറ്റിന്റെ കണ്ണിൽ റിലേറ്റഡ് കമ്പനികളാണോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് 3 കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 സിറ്റുവേഷൻസ് ഉണ്ട്. ആദ്യത്തെ ഓണർഷിപ്പ് മുഖാന്തരമുള്ള റിലേഷൻഷിപ്പ്, രണ്ടാമത്തത് കൺട്രോൾ മുഖാന്തരമുള്ളത്, മൂന്നാമത്തത് ഫാമിലി ടൈം മുഖാന്തരമുള്ളത്. ഫാമിലി അല്ലെങ്കിൽ നാച്ചുറൽ പേഴ്സന്റെ റിലേഷൻഷിപ്പ്, ഒരു സാധാരണ ഹ്യൂമൻ ബീങ്ങിനെ റിലേഷൻഷിപ്പ് ആയിട്ട് കാണുന്നത് 3 ആൾക്കാരെയാണ്. ഒന്ന് സ്പൗസ്, രണ്ടാമത്തത് നിങ്ങളുടെ ബ്രദറിനിലോ, മൂന്നാമത്തത് നിങ്ങളുടെ റിലേറ്റീവോ, 4th ഡിഗ്രി. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു നാച്ചുറൽ പേഴ്സന്റെ റിലേറ്റഡ് പാർട്ടി നമുക്ക് എവിടെ ഇനി യൂസ് ചെയ്യാനില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കമ്പനികളുടെ റിലേറ്റഡ് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ലീഗൽ പേഴ്സണും നാച്ചുറൽ പേഴ്സണും തമ്മിലുള്ള റിലേറ്റഡ് പാർട്ടിയാണ്. അതായത് ഇപ്പോൾ ഒരു നാച്ചുറൽ പേഴ്സണും ലീഗൽ പേഴ്സണും തമ്മിലുള്ള റിലേറ്റഡ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയും ഒരു വ്യക്തിയും തമ്മിൽ എപ്പോഴാണ് റിലേറ്റഡ് പാർട്ടി ആയി മാറുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ കൺഫ്യൂഷൻ, ആദ്യത്തെ പ്രശ്നം, എന്തിനാണ് ഈ റിലേറ്റഡ് പാർട്ടി ഒരു കമ്പനി ഒരു വ്യക്തിയും തമ്മിൽ പഠിക്കുന്നത്? അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് വരാനുണ്ടെങ്കിൽ, അതായത് ഒരു റിലേറ്റഡ് പാർട്ടിക്ക് നമ്മൾ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വാറ്റിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് ആദ്യം നമുക്ക് എന്തറിയണം, ആരൊക്കെയാണ് ഒരു കമ്പനിന്റെ റിലേറ്റഡ് പാർട്ടികൾ എന്ന് തിരിച്ചറിയണമല്ലോ. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ ആൻഡ് ലീഗൽ പേഴ്സൺ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് വരിക? നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാ ഹ്യൂമൻ ബീങ്സ് ആണ് നാച്ചുറൽ പേഴ്സൺ, ഒരു സാധാ ഹ്യൂമൻ ബീങ്. ലീഗൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി. അപ്പോൾ ഒരു കമ്പനി ഒരു വ്യക്തിയും തമ്മിൽ റിലേറ്റഡ് പാർട്ടിയായി മാറുകയാണ്, രണ്ടുപേരും തമ്മിൽ റിലേറ്റഡ് പാർട്ടിയായി മാറുകയാണ്. ഇങ്ങനെ രണ്ട് തമ്മിൽ റിലേറ്റഡ് പാർട്ടി ആയി കഴിഞ്ഞാൽ വാറ്റിൽ പല സ്ഥലത്തും നമ്മളൊരു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് നമ്മൾ റിലേറ്റഡ് പാർട്ടി ആണോ എന്നുള്ളത് പഠിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് ഒരു വ്യക്തിയും ഒരു കമ്പനിയും തമ്മിൽ റിലേറ്റഡ് ആയി മാറുക? ആദ്യത്തത് നാച്ചുറൽ പേഴ്സൺ ആസ് എ ഡയറക്ടർ. അതായത് ഒരു കമ്പനിയും അതിന്റെ ഡയറക്ടറും എന്താണ്? ഒരു കമ്പനിയും അതിന്റെ ഡയറക്ടറും റിലേറ്റഡ് പാർട്ടിയാണ്. ഒരു കമ്പനിയും അതിന്റെ ഡയറക്ടറും റിലേറ്റഡ് പാർട്ടിയാണ്. രണ്ടാമത്തതോ നാച്ചുറൽ പേഴ്സൺ ആസ് എ ഡയറക്ട് സ്ട്രാറ്റജിക് ഡിസിഷൻ. അതായത് അയാൾ ഡയറക്ടർ ഒന്നുമല്ല, ഒരു കമ്പനിയിലുള്ള ഒരു വ്യക്തിയുണ്ട്, അയാൾ ഡയറക്ടർ ഒന്നുമില്ല, പക്ഷെ അയാളാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഡിസിഷൻസിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. എന്താ സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആ ബിസിനസിന്റെ വിഷനറി അയാളാണ്. അപ്പൊ അയാൾ തീരുമാനിക്കുന്നത്, ഇപ്പൊ അയാൾ ഡയറക്ടർ ബോർഡിലൊന്നുമില്ല, പക്ഷെ അയാളാണ് തീരുമാനിക്കുന്നത് എത്ര സപ്ലൈ ചെയ്യണം, എത്ര പർച്ചേസ് നടത്തണം, അടുത്ത മാസം എത്ര സെയിൽ നടത്തണം, അടുത്ത മാസം ഏതൊക്കെ ഏരിയയിൽ സെയിൽ നടത്തണം, എവിടെയാണ് കൂടുതൽ സെയിൽ വേണ്ടത്, അല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജി എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഓഫറാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആരാ ഓഡിറ്റർ വരേണ്ടത്, അല്ലെങ്കിൽ ആരാ ഇനി എംപ്ലോയി ആവേണ്ടത്, എംപ്ലോയിനെ ആരാ പിരിച്ചുവിടുക, HR-ന്റെ ജോലികൾ എന്താ, ഇങ്ങനത്തെ എല്ലാ കമ്പനീന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവല്ലോ. അയാൾ ഡയറക്ടർ ആവണമെന്നില്ല, അയാൾ ആരോ ആയിക്കോട്ടെ, അയാളും കമ്പനിയും തമ്മിൽ എന്താണ്, അയാളും കമ്പനിയും തമ്മിൽ നേരത്തെ പറഞ്ഞ പോലെ റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പൊ അയാളും കമ്പനിയും തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വാറ്റിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ ഈ റിലേഷൻ ആദ്യം പഠിക്കുന്നത്. അപ്പൊ കമ്പനി ഈ ഒരു കമ്പനിയും ഡയറക്ടറും തമ്മിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്. കമ്പനി ഡയറക്ടർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സാധനങ്ങൾ വിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്ടർ കമ്പനിക്ക് സാധനങ്ങൾ വിൽക്കുന്നുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ വാറ്റിൽ എന്ത് ചെയ്യാണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിനാണ് ഈ റിലേഷൻ പഠിക്കുന്നത്. അപ്പൊ ആദ്യത്തെ റിലേഷൻ ഒരു കമ്പനിയും അതിന്റെ ഡയറക്ടറും. ഓക്കെ, കാരണം കമ്പനി എന്താണ്, ലീഗൽ പേഴ്സൺ ആണ്, ഡയറക്ടർ എന്താണ്, നാച്ചുറൽ പേഴ്സൺ ആണ്. രണ്ടാമത്തെ റിലേഷൻ ആര് തമ്മിലാ, നാച്ചുറൽ പേഴ്സൺ ആസ് എ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കർ, അല്ലെങ്കിൽ ഡയറക്ട് സ്ട്രാറ്റജിക് ഡിസിഷൻ. അതായത് കമ്പനിയിലെ ഡയറക്ടർ ഒന്നുമല്ല, അയാളാണ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നതെങ്കിൽ അയാളും കമ്പനിയും തമ്മിൽ എന്താണ്, റിലേറ്റഡ് ആണ്. മൂന്നാമത്തത് നാച്ചുറൽ പേഴ്സൺ എലോൺ ഓർ ടുഗദർ വിത്ത് റിലേറ്റഡ് പേഴ്സൺ ഓൺസ് 50% ഓഫ് ദ ക്യാപിറ്റൽ. അതായത്
ഒരു വ്യക്തി ഒരു വ്യക്തി അയാള് കമ്പനീൻ്റെ 50%, ഒരു കമ്പനിയുണ്ട് അതിൻ്റെ 50% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, 50% ക്യാപിറ്റൽ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഷെയർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ, ഷെയർ ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ എന്താ പറയുക, നിങ്ങൾ ചെറിയ അക്കൗണ്ടിങ് നോളജ് ഒക്കെ എല്ലാവർക്കും ഇല്ലേ, ഷെയർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ. അപ്പോൾ ഒരു കമ്പനീൻ്റെ ഷെയർ അല്ലെങ്കിൽ ക്യാപിറ്റൽ, അതിൻ്റെ ഫണ്ടിൽ 50% ഒരു വ്യക്തി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും കമ്പനിയും തമ്മിൽ എന്താണ്, റിലേറ്റഡ് പാർട്ടിയാണ്. ആ വ്യക്തിയും ആ കമ്പനിയും തമ്മിൽ റിലേറ്റഡ് പാർട്ടീസ് ആയിട്ടാണ് വാറ്റിന് അണ്ടറിൽ അറിയപ്പെടുന്നത്. ഇനി അതല്ല, രണ്ട് വ്യക്തികൾ കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായി എലോൺ അല്ലെങ്കിൽ ടുഗദർ, ഈ റിലേറ്റഡ് പാർട്ടിയുള്ള രണ്ട് വ്യക്തികൾ കൂടി ചേർന്നിട്ടാണെങ്കിൽ 50% ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്താണ്, റിലേറ്റഡ് പാർട്ടിയാണ്. അതുപോലെ വേറൊന്നാണത് 50% വോട്ടിംഗ് റൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, ഷെയർ ഉണ്ടാവില്ല, പക്ഷെ അവർക്കായിരിക്കും 50% മേലെ വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. അതായത് ഷെയർ വേറെയാണ്, വോട്ടിംഗ് റൈറ്റ് വേറെയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പനീൻ്റെ 100 ഷെയർ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് 100 ഷെയർ ഉള്ള കമ്പനി, 100 ഷെയർ, 100 എമൗണ്ട് അല്ല, 100 ഷെയർ ഉള്ള കമ്പനി, അതിൻ്റെ ഒരു 50 ഷെയർ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ കമ്പനിയിൽ 50% മേലെ എന്തുണ്ട്, ഷെയർ എനിക്കുണ്ട് എന്ന് പറയാം, അല്ലെ. 50% മേലെ അല്ലെങ്കിൽ 50% ഷെയർ ഉണ്ടെന്ന് പറയാം. എന്നാൽ എനിക്ക് 100 ഷെയർ ഉള്ള കമ്പനിയിൽ 20% എന്തുള്ളൂ, ഷെയർ ഉള്ളൂ. പക്ഷേ ഈ കമ്പനിയിൽ ഓരോ ഷെയറിനും ഒരു വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും. വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബോർഡ് മീറ്റിംഗ് ഒക്കെ കൂടുന്ന സമയത്ത് ഓരോ ഷെയറിനും ഇത്ര വോട്ട് എന്നുള്ളൊരു അവകാശം ഉണ്ടാവും. ഒരു ഷെയർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോട്ടായിട്ട് പരിഗണിക്കോ 2 വോട്ട് പരിഗണിക്കോ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില ഷെയറുകൾക്ക് 5 വോട്ടിൻ്റെ പവർ, 2 വോട്ടിൻ്റെ ഒക്കെ പവർ ഉണ്ടാവും. ആ രീതിയിൽ വോട്ടിംഗ് 50% മേലുള്ള ആൾക്കാരും എന്താണ്, റിലേറ്റഡ് പാർട്ടി ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്, റിലേറ്റഡ് പാർട്ടീസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് നാച്ചുറൽ ആൻഡ് ലീഗൽ പേഴ്സൺസ് തമ്മിലുള്ള റിലേഷനാണ്. അതായത് ഒരു വ്യക്തിയും ഒരു സാധാരണ വ്യക്തിയും ഒരു കമ്പനിയും തമ്മിൽ എപ്പോഴാണ് സൗദി വാറ്റിൽ റിലേറ്റഡ് പാർട്ടിയായി മാറുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി രണ്ടാമത്തത്, രണ്ട് കമ്പനി തമ്മിൽ എപ്പോഴാണ് റിലേറ്റഡ് പാർട്ടി ആവുന്നത്? രണ്ട് കമ്പനി തമ്മിൽ റിലേറ്റഡ് പാർട്ടി ആവണമെങ്കിൽ ഒന്നെങ്കിൽ രണ്ട് കമ്പനി തമ്മിൽ 50% ഓണർഷിപ്പ് വേണം, അല്ലെങ്കിൽ 50% വോട്ടിംഗ് റൈറ്റ് വേണം. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. രണ്ടും ലീഗൽ പേഴ്സൺസ് ആണ്. രണ്ടും എന്തല്ല, നാച്ചുറൽ പേഴ്സണോ അല്ലെങ്കിൽ ഒരാൾ നാച്ചുറൽ പേഴ്സണും ഒരാൾ ലീഗലും അല്ല, രണ്ടും ലീഗൽ പേഴ്സൺ ആണ്. രണ്ടും രണ്ട് കമ്പനികളാണ്. ഈ രണ്ട് കമ്പനിയും റിലേറ്റഡ് പാർട്ടിയായിട്ട് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ, രണ്ട് കമ്പനിയും റിലേറ്റഡ് പാർട്ടിയായി പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എയിൽ ബിക്ക് എന്ത് വേണം, എയിൽ അല്ലെങ്കിൽ എക്ക് ബിയിൽ എന്ത് വേണം, 50% ഷെയർ വേണം, അല്ലെങ്കിൽ ബിക്ക് എയിൽ എത്ര വേണം, 50% ഷെയർ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 50% ഷെയർ അല്ലെങ്കിൽ 50% വോട്ടിംഗ് റൈറ്റ്, ഇത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കമ്പനികൾ എന്താണ്, ഒരു റിലേറ്റഡ് പാർട്ടി കമ്പനി ആയിട്ടാണ് പരിഗണിക്കുക. ആ കമ്പനി തമ്മിൽ ഒരു റിലേഷൻ ഉള്ള പോലെയാണ് കമ്പനി പരിഗണിക്കുക. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് മിസ്റ്റർ സയ്യിദ്, അയാൾ എന്താണ്, ഡയറക്ടർ ഓഫ് ഫാസ്റ്റ് ഡെലിവറി. ഫാസ്റ്റ് ഡെലിവറിയുടെ ഡയറക്ടറാണ് അയാൾ. വൺ എമംഗ് ദ 10 ഡയറക്ടേഴ്സ്, 10 ഡയറക്ടേഴ്സിൽ അയാൾ എന്താണ്, ഒരു ഡയറക്ടറാണ്. 10 ഡയറക്ടേഴ്സിൽ അയാൾ ഒരു ഡയറക്ടറാണ്. അയാൾക്ക് എന്തില്ല, നോ സിഗ്നിഫിക്കൻ്റ് ഓണർഷിപ്പ്. സിഗ്നിഫിക്കൻ്റ് ഓണർഷിപ്പ് പറഞ്ഞാൽ അയാൾക്ക് 50% മേലെ ഷെയർ ഇല്ല. നോ പവർ ടു ടേക്ക് ഡിസിഷൻ, അയാൾക്ക് എന്തില്ല, പ്രത്യേകിച്ച് പവറും ഇല്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓണർഷിപ്പ് മാത്രമല്ല, സ്ട്രാറ്റജിക് ഡിസിഷൻസിന്റെ പവർ ഉണ്ടെങ്കിലും അയാൾ എന്താണ്, റിലേറ്റഡ് പാർട്ടിയായി മാറും. പക്ഷെ നമ്മൾ ഉദാഹരണത്തിലുള്ള സയ്യിദിന് എന്തില്ല, ഓണർഷിപ്പും ഇല്ല, സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കാനുള്ള പവറും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ട് കമ്പനിയും തമ്മിൽ റിലേറ്റഡ് പാർട്ടിയായി മാറും. അതായത് മിസ്റ്റർ സയ്യിദ് എന്ന് പറഞ്ഞ ഒരാൾ, മിസ്റ്റർ സയ്യിദ് എന്തിന്റെ ഡയറക്ടറാ, ഫാസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡയറക്ടറാണ്. ഇയാൾക്ക് ഫാസ്റ്റ് ഡെലിവറി ഒരു സ്ലോ എന്ന് പറഞ്ഞ വേറൊരു കമ്പനി ഉണ്ട്, ഫാസ്റ്റ് ഡെലിവറി ഉണ്ട്, സ്ലോ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. ഇയാൾ ഈ സ്ലോ എന്ന് പറയുന്ന കമ്പനിയിൽ ഇയാൾക്ക് 50% മേലെ ഷെയർ ഇല്ല, 50% മേലെ ഷെയർ ഇല്ല. എന്നാൽ സ്ലോയിൽ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാനുള്ള പവർ ഉണ്ടോ ഇയാൾക്ക്? അതുമില്ല. ഇയാൾക്ക് ഒരു ഡിസിഷൻസ് എടുക്കാനുള്ള പവറും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റും സ്ലോയും തമ്മിൽ, ഈ രണ്ട് കമ്പനിയും തമ്മിൽ റിലേറ്റഡ് ആവുമെന്ന ചോദ്യം. ശരിക്കും ശ്രദ്ധിക്കണേ. ആദ്യത്തെ സിറ്റുവേഷൻ മിസ്റ്റർ സയ്യിദും ഫാസ്റ്റും തമ്മിൽ റിലേറ്റഡ് പാർട്ടിയാണോ എന്നുള്ളതാണ്. മിസ്റ്റർ സയ്യിദും ഫാസ്റ്റും തമ്മിൽ റിലേറ്റഡ് പാർട്ടിയാണ്. കാരണം എന്താ, മിസ്റ്റർ സയ്യിദാണ് ഫാസ്റ്റ് ഡെലിവറിന്റെ ഡയറക്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഡയറക്ടറും
ഒരു ഡയറക്ടർ എന്താ നാച്ചുറൽ പേഴ്സൺ ആസ് എ ഡയറക്ടർ, ഒരു ഡയറക്ടറും ആ ഡയറക്ടറുടെ കമ്പനിയും തമ്മിൽ എന്താണ് റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പോൾ സയ്യിദ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഡയറക്ടറായി ഇരിക്കുന്ന കമ്പനിയുടെ റിലേറ്റഡ് പാർട്ടിയാണ്. ആ കമ്പനി അയാളും എന്താണ് റിലേറ്റഡ് പാർട്ടിയാണ്. എന്താ ഈ റിലേറ്റഡ് പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, ഈ കമ്പനിയും സയ്യിദും തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, സയ്യിദിന് എന്തെങ്കിലും സാധനം വിൽക്കുകയോ സയ്യിദിന് എന്തെങ്കിലും സാധനം സയ്യിദിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിലൊക്കെ വാറ്റിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവർ തമ്മിൽ റിലേറ്റഡ് പാർട്ടി ആയതുകൊണ്ട് തന്നെ. കാരണം അവിടെ കുറേ മാനിപ്പുലേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ തന്നെ ഡയറക്റ്റ് ആയിരിക്കുന്ന കമ്പനിക്ക് ചിലപ്പോൾ ഞാൻ വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ ചിലപ്പോൾ വില കുറച്ച് വിൽക്കും, ഞാൻ ചിലപ്പോൾ വില കൂട്ടി വിൽക്കും. അതൊക്കെ എൻ്റെ ഇതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേഷന് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയും അതിൻ്റെ റിലേറ്റഡ് പാർട്ടികളും തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷനൊക്കെ വാറ്റിൽ ഒരു റൂളുണ്ട്. നിങ്ങൾ ഇത്ര ഇതിൽ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് റൂളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഒരു കമ്പനീൻ്റെ റിലേറ്റഡ് പാർട്ടി എന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് മിസ്റ്റർ സെയ്ദ് ഫാസ്റ്റ് ഡെലിവറി എന്ന് പറയുന്ന കമ്പനീൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ മിസ്റ്റർ സെയ്ദും ഫാസ്റ്റ് ഡെലിവറി എന്താണ് റിലേറ്റഡ് പാർട്ടീസ് ആണ്. എന്നാൽ ഈ ഫാസ്റ്റ് ഡെലിവറിക്ക് സ്ലോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കമ്പനിയിൽ എന്തുണ്ട്, പ്രത്യേകിച്ച് പവറും ഇല്ല, 50% ഓണർഷിപ്പും ഇല്ല, പക്ഷെ ചെറിയ എന്തോ ഒരു ഓണർഷിപ്പ് ഉണ്ട്, ഒരു 20% ഓണർഷിപ്പ് എന്തുകൊണ്ട്, പവർ ഒന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഡെലിവറിയും സ്ലോയും തമ്മിൽ റിലേറ്റഡ് പാർട്ടി ആവുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ മിസ്റ്റർ സെയ്ദും സ്ലോയും തമ്മിൽ റിലേറ്റഡ് പാർട്ടി ആവുമോ എന്നുള്ളതാണ്. റിലേറ്റഡ് പാർട്ടി ആവൂല. അപ്പോൾ മിസ്റ്റർ സെയ്ദ് ഓരോരുത്തർ ഇതായിരിക്കും എന്ത്, ഓരോരുത്തർ റിലേറ്റഡ് പാർട്ടി ആകും, പക്ഷെ ചില സ്ഥലത്ത് റിലേറ്റഡ് പാർട്ടി ആവില്ല. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് 50% ഷെയർ വേണം, അല്ലെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് ഓണർഷിപ്പ് വേണം. ഇനി വേറൊരു സിറ്റുവേഷൻ, മിസ്സിസ് സെഹ്റ. ഓക്കെ, മിസ്സിസ് സെഹ്റ ഓൺസ് 5% സ്റ്റേക്ക് ഇൻ ടെറ വെയർഹൗസ് ആൻഡ് ലോജിസ്റ്റിക്സ്. മിസ്സിസ് സെഹ്റക്ക് എന്തുണ്ട്, മിസ്സിസ് സെഹ്റ അതാണ്, മിസ്സിസ് സെഹ്റക്ക് 5% സ്റ്റേക്ക് ഉണ്ട്. എവിടെ, ടെറ വെയർഹൗസ് ലോജിസ്റ്റിക്സ്. അങ്ങനെ ഒരു കമ്പനിയിൽ മിസ്സിസ് സെഹ്റക്ക് 5% ഇതുണ്ട്. ഇനി ഹെർ ഹസ്ബൻഡ് മിസ്റ്റർ ഒമാർ റൺസ് ഇൻഡിപെൻഡന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. അതായത് നമ്മൾ പറഞ്ഞു എന്താ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, സയ്യിദിന്റെ സിറ്റുവേഷൻ കഴിഞ്ഞു, ഇത് പുതിയ സിറ്റുവേഷൻ ആണ്. മിസ്റ്റർ സെഹ്റ എന്ന് പറഞ്ഞ ഒരു പെണ്ണ്, ഓക്കെ, അവൾക്ക് ടെറ വയർ ഹൗസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ 5% സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ചെറിയ സ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ സ്റ്റേക്ക് എന്ന് ഉദ്ദേശിച്ചത് 5% ഷെയർ ഉണ്ട്, അല്ലെങ്കിൽ 5% ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ചെറിയ ഓണർഷിപ്പേ ഉള്ളൂ, അല്ലെ, 50% ഓണർഷിപ്പ് ഒന്നുമില്ല, ചെറിയൊരു ഓണർഷിപ്പേ ഉള്ളൂ. ഇനി ഈ ടെറ വെയർ ഹൗസിംഗ് ലോജിസ്റ്റിക്സിൽ ഇനി ഇവളുടെ സെഹ്റ എന്ന് പറയുന്ന വുമന്റെ 5% സ്റ്റേക്കുള്ള സെഹ്റയുടെ ഹസ്ബൻഡ് മിസ്റ്റർ ഒമർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിപെൻഡന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുന്നുണ്ട്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് സർവീസസ് ടു ടെറ. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ടെറക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ഇവരുടെ ഹസ്ബൻഡിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി വൈഫിന്റെ കമ്പനിക്ക്, അല്ലെങ്കിൽ വൈഫ് 5% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിലേറ്റഡ് പാർട്ടി ഉണ്ടാവുമോ എന്നുള്ളതാണ്. റിലേറ്റഡ് പാർട്ടി ഉണ്ടാവില്ല. കാരണം എന്താ, സെഹ്റക്ക് എത്രയേ ഉള്ളൂ, 5% സ്റ്റേക്കേ ഉള്ളൂ, അല്ലെ. 5% സ്റ്റേക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, റിലേറ്റഡ് പാർട്ടി വരുന്നില്ല. ഈവൻ ദോ അവളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെപ്പറേറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യില്ല, ബാധിക്കൂല, അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇനി പകരം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വേറെ സിറ്റുവേഷൻ പറയാം. ഇപ്പൊ സെഹ്റ, ഓക്കെ, ഇതേ സെഹ്റ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെറ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു 60% സ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, 60% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവളും ഈ ടെറ ലോജിസ്റ്റിക്സും തമ്മിൽ എന്താണ്, റിലേറ്റഡ് പാർട്ടിയാണ്. കാരണം എന്താ, 50% മേലെ ഷെയർ ഓൺ ചെയ്യുന്നുണ്ട്, ഇവർ തമ്മിൽ ഒരു റിലേറ്റഡ് പാർട്ടിയാണ്. എന്നിട്ട് ഈ ടെറ ലോജിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡ് ആയിട്ടുള്ള ഒമറിന്റെ, ആരുടെ ഹസ്ബൻഡ്, സെഹ്റയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഒമറിനെ എന്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, ഹസ്ബൻഡും വൈഫും എന്താണ്, റിലേറ്റഡ് പാർട്ടിയാണ്. അത് എവിടെ പഠിച്ചു, നമ്മൾ ഇവിടെ പഠിച്ചു, ഫസ്റ്റ് പറഞ്ഞ സ്ഥലത്ത്. ഒരു നാച്ചുറൽ പേഴ്സന്റെ റിലേറ്റഡ് പാർട്ടി ആരാണ്, അയാളുടെ സ്പൗസ് ആണ്. അപ്പോൾ ഒരു വൈഫും ഹസ്ബൻഡും റിലേറ്റഡ് പാർട്ടിയാണ്. സൗദി വാറ്റ് പ്രകാരം റിലേറ്റഡ് പാർട്ടീസ് ആണ്. വൈഫ് വേറൊരു കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുമായിട്ട് ഹസ്ബൻഡ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്തുണ്ട്, റിലേറ്റഡ് പാർട്ടിന്റെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ പഠിക്കുന്നതിനാ നമ്മൾ ഇനി
ഇനി വരാൻ പോകുന്ന റിലേറ്റഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസിലൊക്കെ നമ്മൾ വാറ്റിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിലേഷൻസ് പിടിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ റിലേഷൻസിൽ വേറെ ഇപ്പോൾ പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ടാണ് 5% ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ അതിനെ മൈനോറിറ്റി ഷെയർ ഹോൾഡിംഗ് എന്നാ പറയാം. മൈനോറിറ്റി ഷെയർ ഹോൾഡിംഗ് ആണ്. മൈനോറിറ്റി ഷെയർ ഹോൾഡിംഗ് ഉള്ള സ്ഥലത്ത് നമുക്ക് അവിടെ എന്ത് വേണം, അറ്റ്ലീസ്റ്റ് മാനേജ്മെന്റിൽ ഒരു സിഗ്നിഫിക്കന്റ് പൊസിഷൻസ് വേണം. ഓക്കെ, അതായത് കുറച്ച്. ഓക്കെ, പറയും, ഡൗട്ട് പറയും. ഫസ്റ്റ് കേസ് പറഞ്ഞില്ലേ, ഒരു സെയ്ദിന്റെ കേസ്. ആ സെയ്ദിന്റെ കേസ് പറഞ്ഞതില് അതൊരു പേഴ്സൺ റിലേറ്റഡ് പാർട്ടി ആവും എന്നുള്ള കേസല്ല സംസാരിച്ചത്. പേഴ്സൺ ഈ റിലേറ്റഡ് സെയ്ദ് ഫാസ്റ്റ് ഡെലിവറിയിൽ റിലേറ്റഡ് പേഴ്സൺ ആണ് ബിക്കോസ് ഓഫ് ഡയറക്ടർ എന്നുള്ള കേസുണ്ട്. അതെ. മറ്റേത് 20% ഓണർഷിപ്പ് ഉണ്ടായതുകൊണ്ട് ഈ റിലേറ്റഡ് പാർട്ടി അല്ല എന്നുള്ള കേസും പറഞ്ഞു. ദാറ്റ് ഈസ് ക്ലിയർ. പക്ഷെ ഞാൻ വേറൊരു സംശയം, ഈ ഫാസ്റ്റ് ഡെലിവറിയും ഈ സ്ലോ എന്ന് പറഞ്ഞ ഫേമും തമ്മിലുള്ള റിലേറ്റഡ് പാർട്ടി ആവും. ഇല്ല, ആവൂല. ഈ 2% റിലേറ്റഡ് പാർട്ടി ആവില്ല. 2% റിലേറ്റഡ് പാർട്ടി ആവില്ല. അല്ല, സോറി, 2 ഫേമും 2 കമ്പനിയും തമ്മിൽ റിലേറ്റഡ് പാർട്ടി ആവൂല. ഇനി അത് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഫാസ്റ്റ് ഡെലിവറിക്ക് ചിലപ്പോൾ സ്ലോയിൽ ഒരു 50% മേലെ ഷെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിലേറ്റഡ് പാർട്ടി ആവും, അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടി ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 20% ഇട്ടത്. ഓക്കെ. ഇത് ഇങ്ങനത്തെ കേസുകളിൽ ട്രാൻസ്ഫർ പ്രൈസിംഗ് കൂടി അപ്ലിക്കബിൾ ആവുമോ? ട്രാൻസ്ഫർ പ്രൈസിംഗ് നമുക്ക് ഇവിടെ അല്ല, കോർപ്പറേറ്റ് ടാക്സിൽ അവിടെ വരും. അവിടെ വരും. ഇവിടെ നമുക്ക് വരിക എന്താ വെച്ചാല്, വാറ്റിൽ ഇനി ഇവര് തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആംസ് ലെങ്ത് പ്രൈസിലേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റൂൾ ഉണ്ട്. അതിനാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ. സോ അതോടുകൂടി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ റിലേറ്റഡ് പാർട്ടികൾ തമ്മിൽ, ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയ പോയിന്റ് അതാണ്. അപ്പോൾ ഒരു റിലേറ്റഡ് പാർട്ടി തമ്മിൽ ഒരു കമ്പനി ഈ പറഞ്ഞ റിലേഷൻസ് ഒക്കെ, ഇപ്പോൾ പല ടൈപ്പ് റിലേഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ. ഒരു കമ്പനിക്ക് വേറെ കമ്പനിയുമായിട്ടുള്ള റിലേഷൻ, ഒരു കമ്പനി അതിൻ്റെ ഡയറക്ടറുമായിട്ടുള്ള റിലേഷൻ, ഒരു കമ്പനിയിൽ തന്നെ ഉള്ള ഹോൾഡ് ചെയ്യുന്ന ഒരാൾ വേറെ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച ഈ സെഹറിൻ്റെ വൈഫിൻ്റെ ഒക്കെ സിറ്റുവേഷനൊക്കെ, അതായത് ഒരു കമ്പനിയിൽ വൈഫിന് ഹോൾഡിംഗ് ഉണ്ട്, അതിൽ തന്നെ ഹസ്ബൻഡിന് ഒരു വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ റിലേഷൻസ് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അങ്ങനെ റിലേഷൻസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനിയും അതിന്റെ ഡയറക്ടറും തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുകയാണ്. കമ്പനിയിലെ ഡയറക്ടർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി സാധനങ്ങൾ വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കുന്ന സ്ഥലത്ത് സൗദി വാറ്റ് പറയുന്നത്, നിങ്ങൾക്ക് തോന്നിയ വിലക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല. സൗദി വാറ്റ് ഒരു പ്രൊഡക്റ്റിന് ഫെയർ മാർക്കറ്റ് വാല്യൂ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആംസ് ലെങ്ത് പ്രൈസ് കാണുന്നുണ്ട്. ആംസ് ലെങ്ത് പ്രൈസ് അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒന്ന് തന്നെ. പക്ഷേ ആംസ് ലെങ്ത് പ്രൈസ് നമ്മൾ കുറച്ചും കൂടി പഠിക്കുക. നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറഞ്ഞ റൂൾ നമുക്ക് പഠിക്കാനുണ്ട്. ALP പഠിക്കാനുള്ളത് നമുക്ക് ട്രാൻസ്ഫർ പ്രൈസിംഗിലാണ്. അത് നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന്റെ കൂടെ പഠിക്കുക, ALP അല്ലെങ്കിൽ ആംസ് ലെങ്ത് പ്രൈസ്. ഇപ്പൊ നമ്മൾ വാറ്റിൽ അതിന് പകരം ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ വാക്കാണ് ഉദ്ദേശിക്കുക. ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതേ പ്രൊഡക്റ്റിന്, ഇതേ ഒരു സർവീസിന് അല്ലെങ്കിൽ ഇതേ പ്രൊഡക്റ്റിന് സർവീസിന് സിമിലർ ആൻഡ് കണ്ടംപറേനിയസ് എന്ന് പറയാം, സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ എത്ര എമൗണ്ട് ആണോ നോൺ റിലേറ്റഡ് പേഴ്സൺസ് ചാർജ് ചെയ്യുന്നത്, അതേ എമൗണ്ട് തന്നെ നിങ്ങളും ചാർജ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടർ, ഒരു ഡയറക്ടർക്ക് എന്ത് ചെയ്തു, ഒരു കമ്പനി ഒരു സർവീസ് കൊടുത്തു. ഇപ്പോൾ ഡയറക്ടർക്ക് എന്തുണ്ട്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു ഡയറക്ടർക്ക് ഒരു വീട് വെക്കണം. ഡയറക്ടർക്ക് വീട് വെക്കണം. നമ്മുടെ കമ്പനി ഒരു ആർക്കിടെക്ചർ ഫേമാണ്. അപ്പോൾ ഡയറക്ടർ എന്ത് ചെയ്തു, സ്വന്തം കമ്പനിയിൽ തന്നെ വർക്ക് ഏൽപ്പിച്ചു. അങ്ങനെ വർക്ക് ഏൽപ്പിച്ചപ്പോൾ ആർക്കിടെക്ചർ ഫേം എന്ത് ചെയ്തു, വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഡയറക്ടർക്ക് എന്ത് ചെയ്തു, ബില്ലിട്ടു. ബില്ലിട്ടപ്പോൾ 1000 റിയാലാണ് ബില്ലിട്ടത്. 1000 റിയാലും ബില്ലിട്ടു. 1000 റിയാൽ ബില്ലിട്ടിട്ട് അതിന്റെ വാറ്റ് കളക്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സിറ്റുവേഷൻ, ഡയറക്ടറും കമ്പനിയും തമ്മിൽ എന്താണ്, റിലേറ്റഡ് പാർട്ടിയാണ്. സൗദി വാറ്റ് പ്രകാരം ഇവർ രണ്ടുപേരും റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പോൾ സൗദി വാറ്റ് പറയുന്നത്, ഈ ട്രാൻസാക്ഷന് നിങ്ങൾക്ക് 1000 റിയാൽ ഇടുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് നോക്കണം, ഇതേ ട്രാൻസാക്ഷൻ, ഇപ്പം ഈ ഡയറക്ടർ വെച്ച വീടിന്റെ വർക്ക് ഉണ്ടല്ലോ, ഈ ഒരു ആർക്കിടെക്ചർ വർക്ക് ഉണ്ടല്ലോ, ഇതേ വർക്ക് നിങ്ങൾ പുറത്തേക്ക് ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സണ്, ഈ നിങ്ങൾക്കായിട്ട് ഒരു റിലേഷനും ഇല്ലാത്തൊരു വ്യക്തിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപക്ക് ബില്ലിടുമായിരുന്നു? അപ്പൊ നമ്മൾ ഇതേ വർക്ക് പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 5000 റിയാൽ ബില്ലിടേണ്ട കേസാണ്. കാരണം 5000 റിയാലിന്റെ വർക്ക് ഉണ്ട്. നമ്മൾ ഡയറക്ടർ ആയതുകൊണ്ട് മാത്രം എന്ത് ചെയ്താണ്, ബില്ലൊന്ന് സപ്രസ് ചെയ്തിട്ട് ബില്ലൊന്ന് കുറച്ചിട്ട് 1000 റിയാലാക്കി കൊടുത്താണ്. അതുകൊണ്ടാണ് സൗദി വാറ്റ് പറഞ്ഞത് അത് പോസിബിൾ അല്ല, അത് സാധ്യമല്ല. നിങ്ങൾ റിലേറ്റഡ് പാർട്ടികളുമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷനിൽ എപ്പോഴും ഫെയർ മാർക്കറ്റ് വാല്യൂ നിർബന്ധമായിട്ട് വരണം. അതിന് മിനിമം നിങ്ങൾ ഈ പുറത്തേക്ക് കൊടുക്കുന്ന 5000 റിയാലെങ്കിലും വരണം. ഇപ്പോൾ നിങ്ങൾ 5000 റിയാൽ പുറത്തേക്ക് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ പ്രോഫിറ്റ് ചാർജ് ചെയ്യണം എന്നൊന്നുമില്ല. ഫെയർ മാർക്കറ്റ് വാല്യൂ, പുറത്ത് നിങ്ങൾ ഒരു റിലേഷനും ഇല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ എത്രയാണോ ബില്ല് സാധാരണ ചെയ്യൽ, ആ എമൗണ്ടിൽ തന്നെ എന്ത് ചെയ്യണം, ഈവൻ ദോ നിങ്ങളുടെ റിലേറ്റഡ് പാർട്ടി ആയിട്ടുള്ള ആളാണെങ്കിൽ കൂടി
ബില്ല് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബില്ല് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ സപ്രസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ പല കമ്പനിയും എന്ത് ചെയ്യും, അവരുടെ ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ 50%, 60% മേലൊക്കെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ഗുഡ്സും സർവീസൊക്കെ എന്ത് ചെയ്യും, ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും വളരെ താത്തിയിട്ട് എന്ത് ചെയ്യും, സെല് ചെയ്യും. ഒരു 50,000 ദിർഹത്തിന് കൊടുക്കേണ്ട പ്രൊജക്റ്റ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, 10,000 ദിർഹത്തിന് കൊടുക്കും. കാരണം ചിലപ്പോൾ അയാൾക്ക് തന്നെ ആയിരിക്കും ഈ കമ്പനിയിൽ ഒരു 60%, 70% ഷെയർ ഉള്ളത്. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സ് വാറ്റിൽ, ഇതൊക്കെ വാറ്റിൽ എന്താ വെച്ചാൽ പിന്നീട് സ്ക്രൂട്ടിനി വരുന്ന സമയത്ത് പിടിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് വാറ്റ് റിട്ടേണിൽ എവിടെയും കാണിക്കാനൊന്നും ഓപ്ഷനൊന്നുമില്ല. ഫെയർ മാർക്കറ്റ് വാല്യൂ ആണോ അതാണോ അതൊന്നും ചോദിക്കൊന്നുമില്ല. പിന്നീട് സ്ക്രൂട്ടിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വാറ്റിൽ ഒരു നോട്ടീസ് വന്നിട്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ സക്ക എടുത്ത് നോക്കുകയാണ്, ഇത് ആരായിട്ടാണ് ട്രാൻസാക്ഷൻ നടത്തിയത്. സക്ക എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻസ് എടുക്കുമ്പോൾ സക്കനെ നോട്ടീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സക്ക എന്ത് ചെയ്യും, ക്രെഡിറ്റേഴ്സിന്റെ ഒക്കെ ലിസ്റ്റ് ചോദിക്കും. ആരൊക്കെയാണ് നിങ്ങളുടെ ക്രെഡിറ്റേഴ്സ്, ആരൊക്കെയാണ് നിങ്ങളുടെ ഡെപ്റ്റേഴ്സ്, അതായത് നിങ്ങൾക്ക് ആർക്കൊക്കെ പൈസ കൊടുക്കാണ്ട്, നിങ്ങൾ ആർക്കൊക്കെ പൈസ തരാണ്ട് എന്നൊക്കെ നോട്ടീസ് വരുമ്പോൾ ചോദിക്കും. അപ്പോൾ ആ ക്രെഡിറ്റേഴ്സിൽ ഓരോ പേര് നോക്കും. ആ പേരിൽ സക്കക്ക് തോന്നുന്ന പേര്, ഇപ്പോൾ ഡയറക്ടേഴ്സിന്റെ പേര് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ, അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ കാണുകയാണെങ്കിൽ ചോദിക്കും, ഇതാരാണ്, ഡയറക്ടർ ആണോ. അപ്പോൾ ഡയറക്ടറുമായിട്ട് നിങ്ങൾ സെയിൽ ചെയ്ത സമയത്ത് എത്ര റിയാലിനാണ് സെയിൽ ചെയ്തത്, അപ്പോൾ അത് 10,000-ന് സെയിൽ ചെയ്യേണ്ട സാധനങ്ങൾ 5,000-നാണോ സെയിൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 5,000 നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്, സപ്രസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ സക്കക്ക് കിട്ടേണ്ട വാറ്റ് എന്തായിട്ടുണ്ട്, മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ സക്ക പറയുന്നത് തിരിച്ച് ആ എമൗണ്ട് ആഡ് ബാക്ക് ചെയ്തിട്ട് 5,000 കൂടി ആഡ് ബാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയും, കാണിക്കാൻ പറയും. അപ്പോൾ ഒരു റിലേറ്റഡ് പാർട്ടിയുമായിട്ട് നടക്കുന്ന ട്രാൻസാക്ഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എമൗണ്ട് സപ്രസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇനി ചില ട്രാൻസാക്ഷനിൽ ഫെയർ വാല്യൂ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോളൂ. ഒരു ഫെയർ വാല്യൂ കിട്ടുന്നില്ല, കാരണം ഫെയർ വാല്യൂ കിട്ടുന്നില്ല കാരണം ഇതേപോലത്തെ ട്രാൻസാക്ഷൻ ചിലപ്പോൾ മാർക്കറ്റിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അതേപോലത്തെ സെയിലോസ് ട്രാൻസാക്ഷൻ വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷൻ ഇല്ലല്ലോ. ഫെയർ മാർക്കറ്റ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സിമിലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ വേറെ ആരായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അതിനെ വെച്ച് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോറിറ്റി എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്ക് അത് സക്ക നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഒരു എമൗണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് തരാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി വന്ന കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റ് എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് പരിഗണിക്കാം. അതിൽ ഹയർ എമൗണ്ട് ഏതാണോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് എടുക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണത്തിൽ നമ്മളൊരു ഡയറക്ടറും ഒരു കമ്പനിയും തമ്മിൽ ട്രാൻസാക്ഷൻ ഏർപ്പെട്ടു. ഡയറക്ടറും കമ്പനിയും തമ്മിൽ ട്രാൻസാക്ഷൻ ഏർപ്പെട്ടു. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഈ ഡയറക്ടർക്ക് അല്ലാതെ വേറൊരാൾക്ക് ഇതേ സാധനം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര റിയാലിന് നമ്മൾ വിൽക്കുമായിരുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് പരിഗണിക്കണം. ഇനി അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് നമുക്ക് കാണാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ അതോറിറ്റി, അതായത് സക്ക ഇത്തരം ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഒരു എമൗണ്ടോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം വിൽക്കാൻ വേണ്ടി വന്ന കോസ്റ്റ് ഉണ്ടല്ലോ, ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എടുക്കുക. ഇത് രണ്ടിൽ ഏതാണോ ഹയർ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആക്കി ഇടുക. അപ്പോൾ റിലേറ്റഡ് പാർട്ടീസ് ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി വേറൊരു പോയിന്റ് പറയാനുള്ളത്, ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റുകളാണ്. വേറൊരു പോയിന്റ് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസം ടാക്സബിൾ പേഴ്സൺസിന്റെ ലിസ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ടാക്സബിൾ പേഴ്സൺസിൽ ആരൊക്കെ വരും, എന്തൊക്കെ വരും എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലിസ്റ്റ് പഠിച്ചു പോയിരുന്നു. കാറ്റഗറീസ് പഠിച്ചിരുന്നു. 375 വരുന്ന കാറ്റഗറി പഠിച്ചു, 187,500 വരുന്ന കാറ്റഗറി പഠിച്ചു, അങ്ങനെ കുറേ കാറ്റഗറി പഠിച്ചു. അപ്പൊ അവിടെ ഞാൻ നിങ്ങളോട് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലെ. എന്നാലും നമ്മൾ ടേൺ ഓവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 12 മാസത്തെ ലാസ്റ്റ് 12 മാസത്തെ ടേൺ ഓവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് 375-ന്റെ മേലെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 187,500-ന് മേലെ പോകുന്നുണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ മാൻഡേറ്ററി രജിസ്ട്രേഷൻ എടുക്കുക, അല്ലെങ്കിൽ വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കുക. എന്നാലേ നമ്മൾ അങ്ങനെയാണ് പഠിച്ചു പോയത്. അപ്പോൾ ആ ടേൺ ഓവർ കൂട്ടുന്ന സമയത്ത്, ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് എമൗണ്ട് ആണ്. ആ സെയിൽസ് എമൗണ്ടിൽ നിങ്ങൾ എന്ത് കൂട്ടാൻ പാടില്ല, ക്യാപിറ്റൽ അസറ്റിന്റെ സെയിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ കൂട്ടാൻ പാടില്ല. ഒരു ഉദാഹരണത്തിന് നമ്മളെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെഷീൻ ഉണ്ട്, കമ്പനിയിൽ ഒരു മെഷീൻ ഉണ്ട്, മെഷീൻ വിറ്റു, നമ്മൾ കമ്പനി മെഷീൻ വിറ്റു. മെഷീൻ വിറ്റ് നമുക്കൊരു 1,00,000 റിയാൽ കിട്ടി. ഓക്കെ, 1,00,000 റിയാൽ മെഷീൻ വിറ്റു. നമ്മുടെ കമ്പനി ചെരുപ്പ് കമ്പനിയാണ്, നമ്മൾ യൂഷ്വലി പറയുന്ന പോലെ ഒരു ചെരുപ്പ് കമ്പനിയാണ്. ചെരുപ്പ് വിറ്റ് നമുക്ക് എത്ര കിട്ടി, ഒരു 2,75,000 റിയാലും വന്നു. ഓക്കെ, അല്ലെങ്കിൽ 2,76,000 റിയാലും വന്നു. അപ്പം നമ്മൾ വാറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈ കമ്പനിക്ക് വാറ്റ് വരുമോ ഇല്ലയോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സെയിൽസ് എമൗണ്ട് നമ്മൾ നോക്കുകയാണ്. നമ്മൾ P&L എടുത്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടെടുത്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടെടുത്ത് നോക്കിയ സമയത്ത് അവിടെ എന്തുണ്ടാവും, ഇൻകം ഉണ്ടാവും അല്ലേ. ഇൻകം, നമ്മുടെ സെയിൽസ് എമൗണ്ടുകൾ ഉണ്ടാവും. ആ ഇൻകത്തിന് അണ്ടറിൽ ആദ്യം എന്തുണ്ടാവും, ചെരുപ്പ് വിറ്റ എമൗണ്ട് ഉണ്ടാവും. സെയിൽ ഓഫ് ചപ്പൽ ഉണ്ടാവും, അത് 2,76 ഉണ്ട്.
പിന്നെയോ അതിന്റെ താഴെ ആരും കൂടി ഉണ്ട്, സെയിൽ ഓഫ് മെഷീൻ കൂടി ഉണ്ട്, മെഷീന്റെ വിൽപ്പന, മെഷീൻ വിറ്റത് 1 ലക്ഷം റിയാലും ഉണ്ട്. അപ്പൊ ടോട്ടൽ രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് 376 ഉണ്ട്, 3,76,000 ഉണ്ട്. അപ്പൊ നമ്മൾ ഓടിപ്പോയിട്ട് പറഞ്ഞത് ഓണറോട് പറഞ്ഞത് നമ്മുടേത് 376 എത്തിയിട്ടുണ്ട്, 375 കഴിഞ്ഞാൽ ഉടനെ മാൻഡേറ്ററി രജിസ്ട്രേഷൻ ആണ്, ടാക്സബിൾ പേഴ്സൺ കാറ്റഗറി നമ്പർ 1 നമ്മൾ പെടും, നമ്മൾ പോയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, റോങ് ആണ്. എന്തെടുക്കാൻ പാടില്ല? ഈ മെഷീൻ വിറ്റ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് വിറ്റ എമൗണ്ട് 1 ലക്ഷം റിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരിഗണിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ നോർമൽ സെയിൽസ് എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കുന്ന ഇൻകം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ത്രഷോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടോ എന്നുള്ളതിന് ട്രാൻസാക്ഷൻസിന്റെ ത്രഷോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പരിഗണിക്കാൻ പാടുള്ളൂ. അപ്പൊ എത്രേ നമ്മൾ ശരിക്കും ഉള്ളൂ? 276 ആയിട്ടുള്ളൂ. ആ 1 ലക്ഷം നമ്മൾ എന്ത് ചെയ്യരുത്? പരിഗണിക്കരുത്. അപ്പൊ എവിടൊക്കെ നമ്മൾ ത്രഷോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടാവും. ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ടിനെ നമ്മൾ പറയാം, ഈ 375-നും 187,500-നൊക്കെ നമ്മൾ ത്രഷോൾഡ് എന്ന് പറയാം. നമുക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാവുന്ന ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണോ, നമ്മൾ ടാക്സബിൾ പേഴ്സൺ ആയിക്കണോ എന്ന് നമ്മൾ മുട്ടിക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന എമൗണ്ട്, ആ എമൗണ്ടിൽ നമ്മൾ എന്ത് പരിഗണിക്കരുത്? ക്യാപിറ്റൽ അസറ്റിനെ പരിഗണിക്കരുത്. ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്ന എമൗണ്ടിനെ പരിഗണിക്കരുത്. അപ്പൊ കമ്പനി മെഷീൻ വിറ്റ് കിട്ടിയ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, കമ്പനി കാർ വിറ്റ് കിട്ടിയ എമൗണ്ട് ഉണ്ട്, എന്നാൽ അതേ സ്ഥാനത്ത് മെഷീൻ വിൽക്കുന്ന കമ്പനി ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ എമൗണ്ട് കൂട്ടണം. നമ്മുടെ ബിസിനസ് അതാവരുത്. മനസ്സിലായോ? ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് അറിയില്ലേ? ക്യാപിറ്റൽ അസറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് അസറ്റുകൾ, കമ്പനീന്റെ ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്യരുത്? ഇതിലേക്ക് കൂട്ടരുത്. ഓക്കെ, അത് വേറൊരു പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തു നോക്കി. ഇനി വേറൊരു പോയിന്റ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ പോയിന്റുകൾ നമ്മൾ ആഡ് ചെയ്ത് പഠിച്ചു വെക്കുന്നത് നമ്മൾ ഈ സപ്ലൈയുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള കുറേ ചെറിയ ചെറിയ പോയിന്റുകളാണ്. നമ്മളൊരു ലോങ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയ ചെറിയ കുട്ടി പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഒരു ഡിസ്കഷനും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഈ ഒരു ചെറിയൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട്, വൗച്ചറിന്റെ കേസും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എൻഡ് ചെയ്യാം. അപ്പോൾ വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, വൗച്ചർ കമ്പനി വൗച്ചേഴ്സ് സപ്ലൈ ചെയ്യുന്ന ഒരുപാട് കമ്പനി ഉണ്ട് അല്ലേ? വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊതുവെ നമുക്കൊരു കമ്പനീന്റെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ എന്ത് ചെയ്യാം? പേയ്മെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ പിന്നീട് പേയ്മെന്റ് വേണ്ടാതെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് വൗച്ചർ കൊടുക്കുക അല്ലെ? ചില കമ്പനി എന്ത് ചെയ്യും? വൗച്ചർ കൊടുക്കും. വൗച്ചർ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റിനും സർവീസും ഒക്കെ നമ്മൾ പിന്നീട് പേയ്മെന്റ് വാങ്ങാതെ ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? വൗച്ചേഴ്സ്. അപ്പൊ വൗച്ചർ വിൽക്കുന്ന സമയത്ത്, ഒരു കമ്പനി വൗച്ചർ വിൽക്കുന്ന സമയത്ത് 3 ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് നമുക്ക് കൊടുക്കാം. ഓക്കെ, 3 ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ്. ആദ്യം പോകുന്ന വൗച്ചർ ഫ്രീ വൗച്ചർ ആണ്. ഫ്രീ വൗച്ചർ അല്ലെങ്കിൽ പ്രൊമോഷണൽ വൗച്ചർ. മൂന്നാമത്തെ എക്സാമ്പിൾ ഫ്രീ വൗച്ചർ, പ്രൊമോഷണൽ വൗച്ചർ. അതായത് കമ്പനിയിൽ എന്ത് ചെയ്തു? ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ ഓഫർ ഉണ്ട്. ഓക്കെ, നമ്മളെ കമ്പനിയിൽ ഓഫർ ഉണ്ട്. ആൾക്കാർക്ക് വന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്തു? ഫ്രീ വൗച്ചർ കൊടുത്തു. ഫ്രീ വൗച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ടൊരു വൗച്ചർ ഇരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണ്ട? തിരിച്ച് ആ വൗച്ചറിന് ഒരു എമൗണ്ടും തരണ്ട. വൗച്ചറിന് തിരിച്ചൊരു എമൗണ്ടും തരണ്ട. ഫ്രീ വൗച്ചറാണ്. ആ വൗച്ചർ പോയിട്ട് എന്ത് ചെയ്യാം? അയാൾക്ക് ആ സാധനം എന്ത് ചെയ്യാം? പേയ്മെന്റ് വാങ്ങിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ വൗച്ചറിന് എന്തെങ്കിലും ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? വാങ്ങാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്തു? ഒരു 100 റിയാലിന്റെ വൗച്ചർ കൊടുത്തു. 100 റിയാലിന്റെ വൗച്ചർ നമ്മൾ വിറ്റു. നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് 1 രൂപയും വാങ്ങുന്നില്ല, അല്ലെങ്കിൽ 1 റിയാലും വാങ്ങുന്നില്ല. ഈ 100 റിയാൽ വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള സാധനം എടുക്കാം. അവിടെ എന്തില്ല? വാറ്റ് ഒന്നുമില്ല. കാരണം എന്താ? നമ്മൾ തിരിച്ച് കൺസിഡറേഷൻ ഒന്നും വാങ്ങുന്നില്ല. നോ കൺസിഡറേഷൻ. അവിടെ എന്തില്ല? ഒരു എമൗണ്ട് വരില്ല. എന്നാൽ വേറെ ചില ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് ഉണ്ട്. അതിൽ 2 തരം വീണ്ടും ഉണ്ട്. സിംഗിൾ പർപ്പസ് ഉണ്ട്, മൾട്ടി പർപ്പസ് ഉണ്ട്. അതായത് നമ്മൾ പേയ്മെന്റ് വാങ്ങുന്ന വൗച്ചർ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ 100 റിയാലിന്റെ ഒരു വൗച്ചർ ഞാൻ ഒരു 20 റിയാലിന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, 20 റിയാലിന് വിൽക്കുകയാണ്. അതായത് അതിന് എന്തുണ്ട്? 80 റിയാലിന്റെ ഓഫർ ഉണ്ട് അല്ലെ? 20 റിയാൽ നമ്മൾ ആ വൗച്ചറിന് വിറ്റു, 100 റിയാൽ ആ വൗച്ചർ കിട്ടുന്ന ആൾക്ക് കിട്ടും. അതായത് 80 റിയാലിന്റെ സാധനം അയാൾക്ക് എന്ത് ചെയ്യാം? ആ വൗച്ചർ യൂസ് ചെയ്തിട്ട് വാങ്ങാം. ഇങ്ങനെ വിൽക്കുന്ന വൗച്ചേഴ്സ് ആണ് എന്ത്? പേയ്മെന്റ് വാങ്ങിയിട്ട് നമ്മൾ വിൽക്കുന്ന വൗച്ചേഴ്സ്. ഇത് നമ്മൾ കൺസിഡറേഷൻ തിരിച്ചു വാങ്ങുന്നുണ്ട് അല്ലെ? കൺസിഡറേഷൻ ഉണ്ട്. വൗച്ചർ വിറ്റ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചിങ്ങോട്ട് ഒരു പേയ്മെന്റ് വാങ്ങുന്നുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ട്? സപ്ലൈ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വൗച്ചറിൽ 2 ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് ഉണ്ട്. അതാണ് ഒന്ന് സിംഗിൾ പർപ്പസ് വൗച്ചറും മൾട്ടി പർപ്പസ് വൗച്ചറും. സിംഗിൾ പർപ്പസ് വൗച്ചർ എന്ന് ഉദ്ദേശിച്ചത്, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണേ? ഒരു വൗച്ചർ, ഒരു ഹോട്ടലിന്റെ വൗച്ചർ, ഒരു റെസ്റ്റോറന്റ് ആണ്. ഓക്കെ, റെസ്റ്റോറന്റ് അവരുടെ വൗച്ചേഴ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. റെസ്റ്റോറന്റ്
ആ റെസ്റ്റോറൻറ്റിൽ വരുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, വൗച്ചർ കൊടുക്കുന്നുണ്ട്. 20 റിയാലിന്റെ വൗച്ചർ. 20 റിയാലിന്റെ വൗച്ചറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബുധനാഴ്ച, ഇപ്പൊ ഇന്ന് സാറ്റർഡേ ആണ് അവരെന്ത് ചെയ്യുന്നത്, വൗച്ചർ കൊടുക്കുന്നത്. സാറ്റർഡേ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വൗച്ചർ കൊടുക്കുന്നുണ്ട്, 20 റിയാലിന്റെ വൗച്ചർ കൊടുക്കുന്നുണ്ട്. ആ വൗച്ചറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബുധനാഴ്ച, സാറ്റർഡേ കഴിഞ്ഞ് തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ കഴിഞ്ഞ് ബുധൻ വരുന്ന സമയത്ത്, വെനസ്ഡേ വരുന്ന സമയത്ത്, വെനസ്ഡേ ഇതേ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചിക്കൻ ബിരിയാണി, ഓക്കെ, 100 റിയാൽ വെച്ചിട്ട് ചിക്കൻ ബിരിയാണി അവർക്ക് എന്ത് ചെയ്യാം, ഈ വൗച്ചർ ഉപയോഗിച്ചിട്ട് വാങ്ങാം. ഓക്കെ, 100 റിയാൽ വെച്ചിട്ട് 100 റിയാൽ വില വരുന്ന അല്ലെങ്കിൽ 100 റിയാൽ വർത്ത് വരുന്ന ചിക്കൻ ബിരിയാണി ഇവർക്ക് ഈ വൗച്ചർ വെച്ചിട്ട് വാങ്ങാം. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്, 20 റിയാലിന് ഇപ്പൊ ശനിയാഴ്ച വൗച്ചർ വിൽക്കുകയാണ്. ഇനി ബുധനാഴ്ച ഈ വൗച്ചറും കൊണ്ട് ആൾക്കാർ നമ്മളെ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, 100 റിയാലിന്റെ ബിരിയാണി തിന്നാം. ഇതിനെയാണ് നമ്മൾ സിംഗിൾ പർപ്പസ് വൗച്ചർ എന്ന് പറയാം. കാരണം എന്താ, ഈ വൗച്ചർ നമ്മൾ വിറ്റ സമയത്ത് നമുക്കറിയാം ഈ വൗച്ചർ കൊണ്ട് ഒറ്റ പരിപാടിയേ നടക്കുള്ളൂ. എന്ത് പരിപാടിയാ, ഈ വൗച്ചർ കൊണ്ട് ബുധനാഴ്ച വന്നിട്ട് ഈ ഹോട്ടലിൽ എന്ത് ചെയ്യാം, ബിരിയാണി തിന്നാം. അപ്പൊ ആ വൗച്ചർ ഒരേ ഒരു പർപ്പസേ ഉള്ളൂ, ഒരേ പരിപാടിയേ നടക്കുള്ളൂ. അത്തരത്തിലുള്ള വൗച്ചറാണ് നമ്മൾ വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വാറ്റ് എപ്പോൾ കൊടുക്കണം, ആ വൗച്ചർ വിറ്റ മൊമെന്റിൽ നമ്മൾ വാറ്റ് കൊടുക്കണം. വിറ്റ മൊമെന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാറ്റിലേക്ക് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നല്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, ഡിസംബർ മാസം, ഓക്കെ, ഡിസംബർ മാസം നമ്മുടെ കമ്പനി ഒരു 5 വൗച്ചർ വിറ്റു. ഓരോ വൗച്ചറും ഒരു 20 റിയാലിന്റെ വൗച്ചറുകളാണ്. 20 റിയാലിന്റെ 5 വൗച്ചർ കമ്പനി വിറ്റു. അപ്പൊ 20 × 5 പറയുമ്പോൾ എത്രയായി, 120 അല്ലെ. 20 × 5 പറഞ്ഞാൽ 120, വേണ്ട 4 വൗച്ചർ മതി. 4 വൗച്ചർ, ഓക്കെ, 80, സോറി 100 അല്ല, 120 അല്ല, 80 വൗച്ചർ, സോറി 80 റിയാൽ, ടോട്ടൽ 80 റിയാൽ. 4 വൗച്ചർ, 20 റിയാലിന്റെ 4 വൗച്ചർ, ടോട്ടൽ 80 റിയാലിന്റെ വൗച്ചർ ഡിസംബർ മാസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ വൗച്ചറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ജനുവരി മാസം, അത് ജനുവരി മാസം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ജനുവരി മാസം ഒരു ജനുവരി 10-ാം തീയതി നമ്മളെ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ 10-ാം തീയതി എന്ത് ചെയ്യാം, 100 റിയാലിന്റെ ബിരിയാണി ഈ വൗച്ചറിന് എന്ത് ചെയ്യാം, തിന്നാം. ഓക്കെ, 100 റിയാലിന്റെ ബിരിയാണി എന്ത് ചെയ്യാം, തിന്നാം. അതിന്റെ വൗച്ചർ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനത്തെ 4 വൗച്ചർ നമ്മൾ വിറ്റു, 80 റിയാൽ നമ്മൾ എന്ത് ചെയ്തു, കളക്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം, ഡിസംബറിന്റെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്, ഡിസംബറിന്റെ വാറ്റ് റിട്ടേൺ നമ്മൾ മന്ത്ലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന കമ്പനിയാണെന്ന് വിചാരിച്ചോളൂ. മന്ത്ലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന കമ്പനിയാണ്. ഇപ്പൊ മന്ത്ലി വാറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിന്റെ വാറ്റ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം, ജനുവരിയിൽ ഫയൽ ചെയ്യണം. അപ്പൊ ജനുവരിയിൽ നിങ്ങൾ ഈ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ കിട്ടിയ 80 റിയാലും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, സെയിലിൽ കാണിക്കണം. അതായത് ഈ വൗച്ചറിന്റെ എമൗണ്ട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഈവൻ ദോ ഈ വൗച്ചർ എന്ത് ചെയ്തിട്ടില്ല, ആൾക്കാർ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഈ വൗച്ചർ ജനുവരിയിലേ ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ വൗച്ചറിൽ റിഡംഷൻ എന്നാ പറയാം, റിഡീം ചെയ്യാന്നാ പറയാം. ആ വൗച്ചർ ആരും എന്ത് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. ജനുവരിയിൽ എന്ത് ചെയ്യുള്ളൂ, ആൾക്കാർ വന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ വൗച്ചർ 100 റിയാലിന്റെ വൗച്ചർ കാണിക്കുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഈ വൗച്ചർ ആരും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കൂടിയും വൗച്ചർ വിറ്റ ആ ഒരു മാസത്തെ വാറ്റ് റിട്ടേണിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വൗച്ചറിന്റെ എമൗണ്ട് കാണിക്കണം. അതാണ് സ്പെഷ്യൽ പർപ്പസ് വൗച്ചറിന്റെ പ്രത്യേകത. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് വൗച്ചർ ആകുമ്പോൾ വാറ്റ് എപ്പോഴാണ് ഡ്യൂ ആവുക, വാറ്റ് ഈസ് ഡ്യൂ അറ്റ് ദ ടൈം ഓഫ് ദ വൗച്ചർ ഈസ് ഇഷ്യൂഡ് ഓർ ട്രാൻസ്ഫേർഡ്. ആ വൗച്ചർ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന മൊമെന്റിൽ എന്ത് ചെയ്യും, വാറ്റ് ഡ്യൂ ആവും. ഇനി രണ്ടാമതൊരു വൗച്ചറാണ് മൾട്ടി പർപ്പസ് വൗച്ചർ. മൾട്ടി പർപ്പസ് വൗച്ചറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വൗച്ചർ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ യൂസേജ് എന്താന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യില്ല, ഫിക്സ് ചെയ്യില്ല. ഒരു ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തു, ആമസോൺ ഗിഫ്റ്റ് കാർഡ് കൊടുത്തു. ആമസോൺ ഗിഫ്റ്റ് കാർഡിന്റെ പ്രത്യേകത എന്താ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ആമസോണിന്റെ ഗിഫ്റ്റ് കാർഡ് തരികയാണ്, ഒരു 1000 റിയാലിന്റെ ആമസോൺ ഗിഫ്റ്റ് കാർഡ് തരികയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1000 റിയാൽ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം ഇഷ്ടമുള്ള സാധനങ്ങൾ 1000 റിയാലിന് നിങ്ങൾക്ക് എന്തും തിന്നാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബിരിയാണി മാത്രം വാങ്ങി തിന്നുന്ന വൗച്ചറല്ല. 1000 റിയാൽ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആമസോണിന് എന്ത് വേണമെങ്കിലും വാങ്ങാം. അത് നിങ്ങൾക്ക് ഈ വൗച്ചറിന്റെ കാലാവധി എത്രയുണ്ടോ അത്രയും പീരീഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങാം. പൊതുവെ ആമസോണിന്റെ വൗച്ചേഴ്സ് ഒക്കെ 1 വർഷം വരെ കാലാവധി കിട്ടും. നമ്മൾ ഒരാൾക്ക് ഒരു ആമസോൺ വൗച്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, 1 വർഷത്തിനുള്ളിൽ ആ വൗച്ചർ യൂസ് ചെയ്തിട്ട് ആമസോണിന് എന്തും വാങ്ങാം. അപ്പൊ ആ തരത്തിൽ നമ്മൾ മൾട്ടി പർപ്പസ് ആണ്. അപ്പൊ ആ വൗച്ചറിന് ഒരുപാട് പർപ്പസ് ഉണ്ട് അല്ലേ. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 20 റിയാൽ കൊണ്ട് ഒരു വാച്ച് വാങ്ങാം, അല്ലെങ്കിൽ 40 റിയാൽ കൊണ്ട് വേറെ എന്തെങ്കിലും വാങ്ങാം, 50 റിയാലിന്റെ ഒരു പാന്റ് വാങ്ങാം. അങ്ങനെ 1000 റിയാൽ തേക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് പല 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 സാധനങ്ങൾ വാങ്ങാം, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം. ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന വൗച്ചേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ സെല് ചെയ്യുന്ന വൗച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് മൾട്ടി പർപ്പസ് വൗച്ചർ. അപ്പൊ കമ്പനി മൾട്ടി പർപ്പസ് വൗച്ചർ ആണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ മൾട്ടി പർപ്പസ് വൗച്ചറിന്റെ വാറ്റ് വരിക ആ വൗച്ചർ ആ വ്യക്തി റെഡീം ചെയ്യുന്ന മൊമെന്റിൽ മാത്രമാണ്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ മാസം നമ്മൾ വിറ്റത് മൾട്ടി പർപ്പസ് വൗച്ചേഴ്സ് ആണ്.
മൾട്ടി പർപ്പസ് വൗച്ചേഴ്സ് വിറ്റു. ഡിസംബറിൽ മൾട്ടി പർപ്പസ് വൗച്ചർ വിറ്റു. ഈ വൗച്ചറിന്റെ കാലാവധി ഏകദേശം ഒരു ജൂൺ വരെ എന്ന് വിചാരിച്ചോ. ജൂൺ വരെ കാലാവധിയുള്ള വൗച്ചറാണ് നമ്മൾ എന്ത് ചെയ്ത് വിറ്റ്. നമ്മൾ വിറ്റത് ഡിസംബർ 2025 ജൂൺ 2026 വരെ ഈ വൗച്ചറിന് എന്തുണ്ട്, കാലാവധി ഉണ്ട്. അപ്പൊ 6 മാസത്തോളം ഇനിയും കാലാവധി ഉണ്ട്. അപ്പോ ഒരു വ്യക്തി എന്ത് ചെയ്തു, ഈ വൗച്ചർ കൊണ്ടുവന്നിട്ട് മെയ് മാസം ഈ വൗച്ചർ എന്ത് ചെയ്തു, ഉപയോഗിച്ചു. മെയ് 2026 ഉപയോഗിച്ചു. ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ വ്യക്തിയുടെ വാറ്റ് എമൗണ്ടിൽ കാണിക്കാൻ പാടുള്ളൂ. എത്ര എമൗണ്ട് ആണോ ഉപയോഗിച്ചത് ആ ഒരു എമൗണ്ട് മാത്രം എന്ത് ചെയ്യുക, സെയിൽസിൽ കാണിക്കുക. ഇനി വേറൊരു വ്യക്തി ഏപ്രിൽ ഉപയോഗിച്ചു. ഏപ്രിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മാസത്തെ വാറ്റ് റിട്ടേണിൽ കാണിക്കുക. ഇനി വേറൊരു വ്യക്തി ജൂൺ മാസത്തിൽ ഉപയോഗിച്ചു, അപ്പോൾ നമ്മൾ ജൂൺ മാസത്തെ വാറ്റ് റിട്ടേണിൽ കാണിക്കുക. അതായത് മൾട്ടി പർപ്പസ് വൗച്ചർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ആ വൗച്ചർ ഒരു വ്യക്തി റെഡീം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് വരുള്ളൂ, വാറ്റ് എമൗണ്ട് വരുള്ളൂ. അപ്പോൾ വൗച്ചേഴ്സ് 3 തരത്തിലാണ്. ഫ്രീ വൗച്ചർ ആണെങ്കിൽ അവിടെ വാറ്റ് ഇല്ല, കാരണം എന്താ, കൺസിഡറേഷൻ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ 2 തരത്തിലാണ് പൈസക്ക് വെക്കുന്ന 2 വൗച്ചേഴ്സ് ആണ്. ഒന്ന് സ്പെഷ്യൽ പർപ്പസ് വൗച്ചറും മറ്റേത് MPVയും, മൾട്ടി പർപ്പസ് വൗച്ചറും. സ്പെഷ്യൽ പർപ്പസ് വൗച്ചർ ആണെന്നുണ്ടെങ്കിൽ വാറ്റ് എപ്പോൾ വരും, നമ്മൾ വിറ്റ മൊമെന്റിൽ തന്നെ നമുക്ക് എന്ത് വരും, അറ്റ് ദ ടൈം ഓഫ് സെയിൽ നമുക്ക് വാറ്റ് അപ്ലിക്കബിൾ ആവും. മൾട്ടി പർപ്പസ് വൗച്ചർ ആണെന്നുണ്ടെങ്കിൽ വാറ്റ് എപ്പോഴാണ് വരിക, വാറ്റ് ഡ്യൂ അറ്റ് ദ റിഡംഷൻ. എപ്പോഴാണോ വൗച്ചർ ഒരാൾ ഉപയോഗിക്കുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് വരുള്ളൂ, വാറ്റ് റിഡംഷൻ വരുള്ളൂ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് ബാലൻസ് കാര്യങ്ങൾ നമുക്ക് തിങ്കളാഴ്ച പറയാം. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഞാൻ എൻഡ് ചെയ്യാണ്. നമുക്ക് തിങ്കളാഴ്ച പറയാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് തിങ്കളാഴ്ച പറയാം. ഓക്കെ.